മദ്രസൻ്റെ ഭാരവാഹികൾ, മാനേജ്മെൻറ്റ്, അതോടൊപ്പം ഈ യാത്രയുടെ ഭാഗമാകുന്നതിന് വേണ്ടി ഏറെക്കാലമായി ആഗ്രഹിച്ച് തീരുമാനിച്ചുറപ്പിച്ച് മാനസികമായും ശാരീരികമായും എല്ലാം ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഹാജിമാർ, ഒരുപാട് യാത്രകൾ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പഴയ കാലത്തൊക്കെ കുടുംബസമേതം ഒരു ടൂറ് പോവുക എന്നുള്ളത് വളരെ വിരളമായിരുന്നു. ഇന്ന് അവിടുന്ന് മാറി കുടുംബസമേതം ഉംറക്ക് പോവുക എന്നിടത്താണ് ട്രെൻഡ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലിപ്പോൾ ഉംറക്ക് പോകാത്തവരുടെ എണ്ണം വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് കൊറോണയുടെ മുമ്പ് നമ്മളിപ്പോൾ മുമ്പൊക്കെ AD/BC എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ആഫ്റ്റർ കൊറോണ ബിഫോർ കൊറോണ എന്നാണ് പറയാം. അപ്പോൾ കൊറോണൻ്റെ മുമ്പ് ഒരു ഭയങ്കര അടിച്ച് കയറ്റായിരുന്നു. എനിക്ക് ഓർമ്മ 45 ഉറുപ്പ്യക്ക് 43 ഉറുപ്പ്യക്ക് 40 ഉറുപ്പ്യക്കൊക്കെ ആ സമയത്ത് മത്സരിച്ച് ഉംറ പാക്കേജ് ചെയ്തിരുന്നു. എന്നാൽ ബിഫോർ കൊറോണയിലേക്ക് ആഫ്റ്റർ കൊറോണ വന്നപ്പോൾ അത് നേരെ ഡബിളായി. എങ്കിലും ആളുകൾ ഒരു പരിധി വരെ, കാരണം അതിനനുസരിച്ച് സ്വർണത്തിനും വില കൂടിയതുകൊണ്ട് തന്നെ ആളുകൾ അതൊന്നും വില വെക്കാതെ അൽഹംദുലില്ലാ ഉംറക്ക് പോകുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം എന്തെന്ന് വെച്ചാൽ, മറ്റു യാത്രകളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത്. എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ തന്നെ പോകാത്തുള്ളൂ. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാം എന്ന മനസ്സാകരുത്. എന്നാൽ നേരത്തെ കൈപൊക്കിയവർ ഒന്നുകൂടി കൈപൊക്കുക. ആദ്യമായിട്ട് പോണവർ മാഷാ അല്ലാഹ് ഭൂരിഭാഗം നമ്മൾ 38 ആള്, പിന്നെ പ്ലസ് ഞാൻ 39 നമ്മളുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 25 ആളുകളും ഏകദേശം ആദ്യമായിട്ട് ഉംറ ചെയ്യുന്നവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ച് കുട്ടികൾ ഇതിലേക്ക് കൂടി വരാനുണ്ട്. ഏതായാലും വലിയൊരാഗ്രഹമാണ് മക്കയിലെത്തുക എന്നുള്ളത്. ഞാൻ ഏകദേശം 2021 മുതലാണ് ഗുഡ് ഹോപ്പിൻ്റെ കൂടെ വരുന്നത്. അറ്റ് ഫസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ, പേര് മുഹമ്മദ് യാസിറാണ്. സ്വദേശം കോട്ടക്കലിനടുത്ത് പറപ്പൂർ ഇരിങ്ങല്ലൂർ ഒരു ലോവർ പ്രൈമറി സ്കൂളിൽ അറബി അധ്യാപകനായിട്ട് ജോലിയാണ്. ഇതിനു മുമ്പ് വിദേശത്ത് സൗദി അറേബ്യയിലെ അൽ ഖുബർ എന്ന പ്രദേശത്ത് അവിടുത്തെ സൗദി മതകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ജാലിയാത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മാസത്തിൽ 1-2 തവണ നിർബന്ധമായും ഹറമിൽ പോകാറുണ്ടായിരുന്നു. അതാണ് ഈ ഫീൽഡിൽ എത്തപ്പെടാനുള്ള കാരണം. അതിനുശേഷം നാട്ടിൽ നിന്നും ഇപ്പോൾ പലതവണ പല ഗ്രൂപ്പിൻ്റെ കൂടെയായി പോകാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സെപ്റ്റംബർ, ഒക്ടോബർ ഈ 2 മാസം കൂടി ചേർന്ന് സൗദി അറേബ്യയുടെ ചരിത്ര പ്രധാനമുള്ള മദായിൻ സ്വാലിഹ്, ഐനു മൂസ ഈ തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടുംബസമേതം പോകാൻ കൂടിയുള്ളൊരു അവസരം അൽഹംദുലില്ലാ ലഭിച്ചു. ഏതായാലും അനുഭവങ്ങളാണ് യാത്രയിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ട് എപ്പോഴും റമീസ് അടുക്ക് വിളിക്കും, യാസിർക്ക പോവില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ പോകാൻ പറ്റില്ല റമീസേ, സ്കൂളിൽ ലീവൊക്കെ നോക്കണ്ടേ. ഏതായാലും ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിധി വന്നിരിക്കുകയാണ്. മെയ് മാസത്തിൽ ഇതുപോലെ ക്ലാസ് അടക്കമുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ബാഗും മഫ്തിയും എല്ലാം വിതരണം ചെയ്തു. 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം തൊട്ടരികെ നിൽക്കെ നമ്മുടെ പാക്കേജ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് ആളുകൾക്ക് അതിൽ പ്രയാസമുണ്ടായി. അതിൽ പെട്ട 1-2 ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. വേറെ 4-5 ആളുകൾ ആ പാക്കേജിൽ പെട്ട ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിൻ്റെ കല എത്തണം. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് മാത്രം കണ്ടെത്തൂല അല്ലേ. മുഹമ്മദ് മാഷ് പറഞ്ഞു, ഉമ്മാൻ്റെ കാര്യം പറഞ്ഞു. ജിദ്ദ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിച്ച് ആയുരാരോഗ്യത്തോടു കൂടി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും യാത്രയുടെ ഭാഗമായിട്ടുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ സാധാരണ നൽകാറുള്ളത് ഖാലിക്കയാണ്. ഖാലിക്ക അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും മുന്നോട്ട് പോകാറുണ്ട്. ഇവിടെ മുഹമ്മദ് മാഷ് പറഞ്ഞു,
നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച പുലർച്ചെ 5:25 നമ്മുടെ ഫ്ലൈറ്റ്. എങ്കിലും 12:30 1 മണിയുടെയും ഉള്ളിലായിട്ട് എയർപോർട്ടിൽ എത്താനാണ് നമുക്കുള്ള നിർദ്ദേശം. കാരണം എയർപോർട്ടിലെത്തി മാക്സിമം 1 മണിയോടുകൂടി എല്ലാവരും എയർപോർട്ടിലെത്തി നമ്മൾ അവിടെ നിന്ന് ടീമായി നിന്ന് നമ്മുടെ പാസ്പോർട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും, അത് പാസ്പോർട്ടൊക്കെ ഇൻഡിവിജ്വൽ ആണല്ലോ, ഗ്രൂപ്പിന്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. എല്ലാവരുടെയും ഡാറ്റ ഡോക്യുമെന്റ്സ് അവരവരുടെ കയ്യിൽ തരും. അപ്പോൾ അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് 2 ബാഗ് തരും. ഒന്ന് നമ്മൾ ലഗേജ് കൊണ്ടുള്ള ബാഗാണ്, ഒന്ന് ചെറിയൊരു ഹാൻഡ് ബാഗ് തരും. അതിന് പ്രധാന ഉദ്ദേശം ഇവിടുന്ന് പോകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും നമ്മുടെ പാസ്പോർട്ട് ഡോക്യുമെന്റ്സ് വെക്കാനുള്ളതാണ്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് സേഫായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം പറഞ്ഞല്ലോ, എയർപോർട്ടിലെത്തി തിരിച്ച് പോരുന്നത് വരെ, നാട്ടിലിറങ്ങുന്നവരെ ഈ സാധനം, പാസ്പോർട്ട് എന്ന സാധനം നിർബന്ധമാണ്. അപ്പോൾ അതാ കാര്യങ്ങള്. 3 ബാഗ് ഇപ്രാവശ്യം മാഷാ അല്ലാഹ് മഹക്കത്ത് ചെരുപ്പിടാനുള്ളൊരു ബാഗ് കൂടി കൊടുക്കുന്നുണ്ടെന്നാണ് മുഹമ്മദ് മാഷി പറഞ്ഞത്. അത് വലിയൊരു ഹൈറാണ്. മറ്റേത് അവിടെ ചെന്ന് കവർ തിരഞ്ഞു നടക്കണം. മുമ്പൊക്കെ ഹറമിൽ ഒരുപാട് ചെരുപ്പ് കവർ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഇപ്പം അത് ഒഴിവാക്കിയിട്ടുണ്ട്, എന്താ അറിയില്ല. ഏതായാലും നല്ലൊരു ഹൈറാണ്. നമുക്ക് ബാക്കിൽ ബാഗ് അല്ല പക്ഷെ സാധാരണ ഹാജിമാർക്ക് ഹജ്ജിന് കൊടുക്കാറുണ്ട്, ഉംറക്കും അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളൊന്ന് നമ്മളെ ലഗേജസ് ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യമില്ലാത്തൊന്നും നമ്മൾ കൊണ്ടുപോകണ്ട. നമുക്ക് ഈ 14 ദിവസത്തിന് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ, മെഡിസിൻസ്, സ്ഥിരമായി കഴിക്കുന്ന മെഡിസിൻസ് നമ്മൾ കയ്യിൽ കരുതണം. കഴിവതും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടർമാരുടെ കുറിപ്പ് കയ്യിൽ വെച്ചാൽ നല്ലതാണ്. ഒന്നെന്താ വെച്ചാൽ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്കത് ഉപയോഗിക്കല്ലോ. അത് കൊണ്ടുപോകണേ നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില മരുന്നുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളിൽ ചില മരുന്ന് ഇവിടെ നാട് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലുണ്ടാവുമെന്നില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിന് മെഡിസിൻ്റെ ബില്ല് സ്ഥിരമായിട്ട് കഴിക്കുന്ന, ഇനി എമർജൻസി ആയിട്ടുള്ളത് അത് നമ്മളെ ഹാൻഡ് ബാഗിൽ തന്നെ കരുതണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ തന്നെ വേണം. അപ്പോൾ അറിയല്ലോ, അത് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി നിർദ്ദേശങ്ങൾ വാട്സപ്പിൽ മെസ്സേജിൽ നമ്മൾ തരും. എന്തൊക്കെ കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, ഹാൻഡ് ബാഗേജിൽ കരുതേണ്ട ലഗേജ് എന്തൊക്കെയാണ്, മറ്റു ലഗേജുകൾ എന്തൊക്കെ കരുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സപ്പിലൂടെ ഒന്നുകൂടി കൊടുക്കാം. സാധാരണ അത് ഖാലിക്കാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് കൊടുത്തിട്ടില്ല, ഞാനത് ആലോചിച്ച് വെച്ചിട്ടില്ല. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രാവൽസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ നിർദ്ദേശം നമ്മുടെ ഗ്രൂപ്പിൽ നൽകും. ഇനി അതോടൊപ്പം തന്നെ ഏതൊരു യാത്രക്കും 3 ആള് യാത്രക്ക് നല്ലത് എന്നാണ്. അപ്പോൾ 3 ആളുണ്ടെങ്കിൽ ഒരാളെ അമീറാക്കണം എന്നാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരിയാ. ഒരാൾ ഒറ്റയ്ക്ക് യാത്ര പോകരുത്, 2 ആളും പോകരുത്. മിനിമം 3 ആളാണ് യാത്ര എന്ന നിലക്ക്. നമ്മൾ കൊണ്ടോട്ടിന്ന് മഞ്ചേരിക്ക് പോകുന്നതിന് ഒരിക്കലും യാത്ര എന്ന് പറയലില്ല. അപ്പൊ യാത്ര എന്ന പർപ്പസിൽ നമ്മൾ പോകുന്ന യാത്രക്ക് എപ്പോഴും 3 ആളാണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. ആ 3 ആളുണ്ടെങ്കിൽ ഒരാൾ അമീറാക്കണം എന്നാണ്. അപ്പൊ നമ്മൾ 39 ആള് പോകുമ്പോൾ അതിലെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഗുഡ് ഹോപ്പ് എന്റർപ്രൈസസ് എന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ എന്നെക്കാളും വിവരവും അറിവും തികവുള്ള ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. അത് നമ്മൾ അംഗീകരിക്കൂല എന്നല്ല, ഞാൻ പറഞ്ഞത് കേൾക്കാവൂ എന്നുള്ള പിടിച്ച വാശിയൊന്നും നമുക്കില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. എല്ലാം പരസ്പരം അറിഞ്ഞും തിരുത്തിയും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഷാ അല്ലാഹ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്നായിരിക്കും നമുക്ക് സുബ്ഹി നിസ്കരിക്കാൻ പറ്റുക. കാരണം 5:25 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരു 4:45 കൂടിയൊക്കെ നമ്മൾ എന്താവും, ഫ്ലൈറ്റിലേക്ക് നമ്മൾ ബോർഡ് ചെയ്യും. അപ്പം നമ്മൾ അതിനു മുമ്പേ നമുക്ക് wudu എടുത്ത് നിന്നാൽ എന്ത് ചെയ്യാം, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നിസ്കരിക്കാം. ഇനി ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ആണെങ്കിൽ പിന്നെ തീരെ കൺഫ്യൂഷൻ ഇല്ല, ഇരുന്നിട്ട് നിസ്കരിക്കാം. ഫ്ലൈറ്റിൽ എടുക്കാത്ത ഫ്ലൈറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കിബില നോക്കാൻ നിൽക്കണം. നിർബന്ധമില്ല, എങ്കിലും ഫ്ലൈറ്റ് പൊന്തിയതിന് ശേഷം വരുന്നില്ല, പിന്നെ കിബില നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സീറ്റിലിരുന്ന് നിസ്കരിക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുമ്പുള്ള നമ്മുടെ പാക്കേജ് പോയ സമയത്ത് ഇതേ ഫ്ലൈറ്റിന് പോകേണ്ട ടീം 4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്, 8 മണിക്കോ 9 മണിക്കാണ് ഫ്ലൈറ്റ് പൊന്തിയത്. ഇതൊന്നും നമ്മളെ കാര്യത്തിലുള്ളതല്ല. അപ്പോൾ നമ്മൾ പറയും, 12 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതിലിപ്പോൾ എല്ലാവരും മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരാണോ, അതല്ലാത്ത ജില്ലക്കാരെയുണ്ടോ, കോഴിക്കോട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ, ഓക്കെ. ബാക്കിയൊക്കെ മലപ്പുറമാണ്, മാഷാ അല്ലാഹ്.
അപ്പോൾ നമ്മൾ നാട്ടിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ എന്താ 8 മണിക്ക് ഫ്ലൈറ്റ് ഒന്നും നമ്മളെ കൺട്രോളിലുള്ള സാധനം നമുക്കറിയാം. മലപ്പുറത്തേരും കോഴിക്കോട് നമുക്കറിയാം, നമ്മൾ എയർപോർട്ട് നമ്മൾ എടുത്തുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആണല്ല നമ്മളെ വിഷയം. നമ്മൾ 1 മണിക്ക് മുമ്പ് എയർപോർട്ടിൽ എത്താന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. ചിലപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, ചിലപ്പോൾ ഉച്ചക്ക് 1 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബോർഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ ഇരിക്കണം. അത് ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിലും ഫ്ലൈറ്റ് എപ്പോഴാണ് എടുക്കണേ അപ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓൺ ടൈമിൽ എത്തുക എന്നുള്ളതാണ്. കാരണം ഈ 26ാമത്തെ ഫില്ലറിന്റെ അടുത്ത് നമ്മൾ 39 ആൾ എത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളെ പുറത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ബോർഡ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ഗ്രൂപ്പ് ടിക്കറ്റ് ആണ്. അപ്പൊ അതൊരു പ്രയാസമില്ലാതിരിക്കാൻ എല്ലാവരും എത്തി എല്ലാവരുടെയും ഡോക്യുമെന്റ്സ് തന്നിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ബോർഡിങ്ങിന് കയറുക. അപ്പൊ ആരും നമ്മൾ ഒരു യാത്ര ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഇപ്പോഴേ നമ്മൾ തീരുമാനിക്കുക. ഞാനൊരു എൻ്റെ കൂടെ ഉള്ളവർ പറയും യാസറിന്റെ കൂടെ നടന്നെത്തനെയും കുറച്ച് പണിയാണെന്ന്. പക്ഷെ ഞങ്ങളെ കൂടെ പോരുമ്പോൾ ഇതിന്റെ വേഗത നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും നടക്കാൻ പ്രയാസമുള്ള ഒരാളെ വേഗതയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ കുറക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി ചെറിയ പ്രയാസം ഉള്ള ഒരാളാണ് നേരത്തെ ഖിറാഅത്ത് നടത്തിയ പ്രിയപ്പെട്ട ഹംസാക്ക. എൻ്റെ ഉപ്പാൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ കാണുന്ന വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന മനുഷ്യനാണ് ഹംസാക്ക. അദ്ദേഹത്തിന് 2 കണ്ണിനും കാഴ്ചയില്ല. അപ്പൊ അദ്ദേഹം നമ്മളെ ഓടുന്ന പോലെ അദ്ദേഹത്തിന് ഓടാൻ പറ്റൂല. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ ടീമാണ്. അത് നമ്മൾ തവാഫിന് പോകുമ്പോഴായാലും സൈന് പോകുമ്പോഴായാലും, ഞാൻ ഇതിനു മുമ്പ് എത്രയോ തവണ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് അനുഭവമുള്ള നമ്മൾ എന്തെങ്കിലും ഒരിക്കലും പിടിച്ചു കിട്ടൂല. ഞാൻ അങ്ങനെ തന്നെ പറയാം. ഞങ്ങൾ പോയിക്കോളാം, അങ്ങനെ വിട്ടാളി എന്ന് പറഞ്ഞാൽ എന്തില്ല, നമുക്ക് കുഴപ്പമില്ല. പ്രത്യേകിച്ച് മുമ്പൊക്കെ സൗദിയിൽ താമസിച്ച് ഒരുപാട് തവണ ഉംറയൊക്കെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർ നമ്മൾ തവാഫിന്റെ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആക്കി വിടും. അതല്ലാത്ത മറ്റു കോമൺ സമയങ്ങളിൽ നമ്മൾ ഗ്രൂപ്പ് ഒരുമിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് എയർപോർട്ടിൽ നമ്മൾ സിയാറത്ത് പോകുമ്പോൾ, മദീന യാത്രയിൽ, എല്ലായിടത്തും. അതൊക്കെ നമ്മൾ യാത്ര തുടങ്ങിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയും. അഥവാ ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന്, ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഗുഡ് ഹോപ്പ് നിങ്ങളെ എന്നെ ഏൽപ്പിക്കുന്നത് മുതൽ തിരിച്ച് ഇവിടെ എയർപോർട്ടിൽ നിങ്ങളെ തിരിച്ചെത്തിക്കുന്നത് വരെയുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം സ്വാഭാവികമായും എനിക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും യോജിച്ച് പോകണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല, ഉണ്ടാവും, പരിഹരിക്കണം. ആ നിലക്ക് തന്നെ പോകാൻ സാധിക്കണം എന്നുള്ളത് ആദ്യം തന്നെ കൂട്ടിച്ചേർക്കാണ്. മരുന്നുകളുടെ കാര്യം പറഞ്ഞു, അത് സൂചിപ്പിച്ചു. ലഗേജ് ആവശ്യമില്ലാത്തൊന്നും എടുക്കണ്ട. നമുക്ക് അവിടെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ ഒരു സ്കാർഫാണ് നമുക്ക് തരാം, ട്രാവൽസ് തരാം. പിന്നെ നമ്മളെ ബാഡ്ജും. ഞാൻ എത്രയോ തവണ ഞാൻ 25 തവണ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പോഴും അറിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? ബാഡ്ജ് ഇട്ടിട്ട് പോള. എന്തുകൊണ്ടാ? എനിക്ക് അൽഹംദുലില്ലാ ഒരു പരിധി വരെ ഹറമിന്റെ മുക്കും മൂലൊക്കെ അറിയും. എന്നാലും ഇപ്പൊ ഈ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് പോയി നോക്കുമ്പോൾ നമുക്ക് നട്ടപ്പിരാന്താകും. പക്ഷെ ഞാൻ ഈ 14 ദിവസം പോകുമ്പോൾ ഞാൻ പരമാവധി റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും ബാഡ്ജ് ഇട്ടിട്ട് ഇറങ്ങാം. എന്തിനാണത്? എന്റെ നാട്ടിൽ ഞാൻ എവിടെ വീണ് കിടന്നാല് ആരെങ്കിലും എടുത്തുകൊണ്ട് അന്വേഷിച്ച് പെരിയിലെത്തിച്ചോളും. ഇത് എവിടെയാ? സൗദി അറേബ്യയിലാണ്. അപ്പൊ എനിക്കൊന്നും പറ്റൂല എന്ന് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളെ കഴുത്തില് നമ്മൾ ധരിക്കുന്ന ബാഡ്ജിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അഡ്രസ്സും, ട്രാവൽസിന്റെ നാട്ടിലെ അഡ്രസ്സും, അമീറിന്റെ ഗൾഫിലെ നമ്പറും ഒക്കെ അതിലുണ്ടാകും. നിങ്ങളൊന്ന് കൂട്ടം തെറ്റിപ്പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തളർന്നിരുന്നു പോയി, ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റും. അതിനാണ് ഈ ബാഡ്ജ്. അതായത് ഇപ്പൊ തന്നെ പറയാണ്. അപ്പോ ബാഡ്ജും സ്ത്രീകളുടെ സ്കാർഫും അത് ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് ഹറമുക്ക് പോകുമ്പോൾ ഒഴിവാക്കാനേ പാടില്ല. അതൊക്കെ നമ്മൾ അവിടുന്ന് നിർദ്ദേശം നൽകും. എന്നാലും ഇപ്പോഴേ ഒന്ന് നിങ്ങളെ മൈൻഡിലേക്ക് ഇട്ട് തരികയാണ്. ഈ 14 ദിവസവും ഈ ഒരു സ്കാർഫ് കൊണ്ട് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. രാത്രി തിരുമ്പിയിടാൻ, രാവിലെ എടുത്ത് പോരാ. ഈ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ കുടുംബത്തിലൊക്കെ മുമ്പ് കുടുംബത്തിലൊക്കെ പോയവരുണ്ടെങ്കിൽ ഓരോടുത്ത് വേണമെങ്കിൽ ഒന്ന് കടം വെക്കാൻ അവിടെ വെറുതെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതൊന്ന് വാങ്ങി കയ്യിൽ വെക്കൊക്കെ ചെയ്യാം. ഏതായാലും അതൊന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മക്കയിലെ നമ്മളെ താമസത്തെ കുറിച്ച് മുഹമ്മദ് മാഷ് പറഞ്ഞു. ഇപ്പോൾ പഴയ പോലെയല്ല, അവിടെയുള്ള ഏറ്റവും പഴയ ഹോട്ടലുകളും ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 600-700 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന പാക്കേജ് റേറ്റിന് മറ്റേ റൂമല്ലേ തരാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് പോവാന്ന് വെച്ചിട്ട് ക്ലോക്ക് ടവറിൽ നമുക്ക് താമസം തരാൻ ഈ പൈസ മതിയാകൂല. അപ്പൊ അതുകൊണ്ട് നമ്മളെ പാക്കേജിന് ഒതുങ്ങുന്ന രൂപത്തിൽ ഏറ്റവും നല്ല താമസവും ഭക്ഷണവുമാണ്. ഞാൻ കഴിഞ്ഞ തവണകളൊക്കെ പോയപ്പോൾ
ഞാനത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ്, ഹാജിമാരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഏറ്റവും കംഫോർട്ടായ സൗകര്യങ്ങളാണ് ഗുഡ് ഹോപ്പ് ഇതുവരെ ചെയ്തു തന്നിട്ടുള്ളത്. എപ്പോഴും പ്രത്യേകിച്ച് ഞാൻ അവിടുന്ന് പോയ ശേഷം ഖാലിഖാനൊക്കെ ബന്ധപ്പെടുമ്പോൾ ഖാലിക്ക പറയാം, ഹാജിമാര് കംഫോർട്ട് ആകണം, വേറെ എന്തായാലും പ്രശ്നമില്ല, അവർക്കൊരു പ്രയാസം ഉണ്ടാകാത്ത ഏത് കാര്യങ്ങളും ചെയ്തു കൊടുത്തോളൂ എന്നാണ് ഖാലിക്ക എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ തന്നെ ആയിരിക്കും നമുക്ക് പോകാൻ സാധിക്കുക. പിന്നെ സാധാരണ യാത്രയിൽ വ്യത്യസ്തമായി ഇപ്രാവശ്യം നമ്മൾ മദീന മക്ക റിട്ടേൺ ഇല്ല, നമ്മൾ മദീന ജിദ്ദ എയർപോർട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു ഭാഗം അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഉംറയാണ് നമുക്ക് പാക്കേജിൽ നമ്മൾ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ എത്ര ഉംറ ചെയ്തോളൂ അറിയാം നിങ്ങൾക്ക്? എത്ര? 3 ഉംറ. അള്ളാഹുവിന്റെ റസൂൽ ആകെ ചെയ്തത് 23 കൊല്ലത്തെ നുബുവത്തിന്റെ കാലഘട്ടത്തിൽ എത്ര ഉംറ ചെയ്ത്? 3 ഉംറ ചെയ്തത്. നമ്മൾ ഒരു യാത്രയിൽ തന്നെ 2 ഉംറ ചെയ്യണ്ടേ. ഇതെന്തിനാ ഇപ്പൊ പറയണ അറിയോ? നാട്ടിലെത്തിയിട്ട് നമ്മൾ ആദ്യം എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് ഒരു വീഡിയോ കോൾ വിളിച്ചാൽ വീട്ടിൽ നിന്ന് ചോദിക്കണം, ആദ്യത്തെ ചോദ്യത്തിൽ അറിയാം എത്ര ഉംറയായിന്ന്. ഞാൻ ചോദിച്ചേക്ക് മനസ്സിലായോ? ആ പരിപാടി നമ്മൾ ട്രാവൽസ് പ്രൊവൈഡ് ചെയ്യാറില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ 1 ഉംറയാണ് ചെയ്തത്. അപ്പോ 10 റിയാലിന്റെ ഉംറ നമ്മൾ എന്ത് ചെയ്തില്ല, ചെയ്യാറില്ല. ഞാനത് അങ്ങനെ തന്നെ പറയാണ്. അപ്പൊ നമ്മൾ 2 ഉംറയാണ് നമുക്ക് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യണത്. നമ്മൾ ആദ്യം ഇവിടുന്ന് ചെന്ന് ചെയ്യുന്ന ഉംറയും പിന്നെ നമ്മൾ ത്വായിഫിൽ പോയി തിരിച്ചു വരുമ്പോൾ 2 ഉംറ. പിന്നെ വേണമെങ്കിൽ നമ്മൾ മക്ക സിയാറക്ക് പോകുമ്പോൾ ജോറാന എന്നൊരു മീഖാത്ത് അവിടെ വരുന്നുണ്ട്, അവിടുന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഹ്റാമിൽ പ്രവേശിച്ച് ചെയ്യാം. ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. അതല്ലാതെ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ നാട്ടിൽ നിന്ന് വന്ന ഏതെങ്കിലും സുന്നി ഗ്രൂപ്പുകാരുണ്ടാവും. അവരുടെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ സുബീന്റെ മുമ്പ് കുളിച്ചു മാറ്റിയിട്ട് ആയിഷപ്പള്ളിയിലേക്ക് പോവുക. എന്നിട്ട് അവിടുന്ന് സുബീസ്കാർ ഒരു പള്ളിയെങ്കിലും ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ സുബീസ്കാരം കഴിഞ്ഞ ഉടനെ ഓല് ആയിഷപ്പള്ളിയിൽ പോവും. എന്നിട്ടോ നേരെ ളുഹറിന്റെ മുമ്പ് വന്നിട്ട് ഉംറ ചെയ്തിട്ട് തിരിച്ചു വന്ന് റൂമിൽ കിടന്നുറങ്ങുക. എന്നിട്ട് മഗ്‌രിബാവുമ്പോൾ വീണ്ടും ആയിഷപ്പള്ളിയിൽ പോവുക. ഇശാവോട് കൂടി ഒന്ന് ഉംറ ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുക. അവിടെ മക്കയിലെ മസ്ജിദുൽ ഹറാമില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഉംറക്ക് കൂലി ഉണ്ടാവും. ഉംറന്റെ കൂലി എന്താ? ഉംറന്റെ കൂലി എന്താ? ഹജ്ജിന്റെ കൂലി എന്താ? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പരിപൂർണമായ ഹജ്ജിന്റെ കൂലി സ്വർഗ്ഗമല്ലാതെ ഒന്നുമില്ല എന്നാ. അപ്പോ ഉംറയുടെ കൂലി എന്താ? അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമ. ഒരു ഉംറ അടുത്ത ഉംറന്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ പുറത്തുവരുന്നതാണ്. ഇതിങ്ങനെ 5 നേരം നിസ്കരിക്കണ മാതിരി ദിവസം 5 ഉംറയാത്ത അതിനകത്ത് നമ്മളാ ചെയ്യണേ. മനസ്സിലായോ? അപ്പൊ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് ഒരു യാത്രയിൽ 1 ഉംറ എന്നുള്ളതാണ്. ആ സുന്നത്താണ് നമ്മൾ പരമാവധി എടുക്കുക. പക്ഷെ നമ്മൾ ഇത്രയും വലിയ പൈസ ഒക്കെ ചെലവാക്കി പോകുമ്പോൾ നമ്മൾ തായിഫിലേക്ക് മറ്റൊരു യാത്രയായി പരിഗണിച്ചുകൊണ്ട് ഏകദേശം 80 കിലോമീറ്റർ തായിഫിലേക്ക് അങ്ങോട്ടും 80 കിലോമീറ്റർ ഇങ്ങോട്ടും 160-170 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അത് മറ്റൊരു യാത്രയായി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ 2ാമതൊരു ഉംറ അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും അത് ആ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങൾ നമ്മൾ ആ സമയത്തിലും സന്ദർഭത്തിലും ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കും. ഇനി ആദ്യമായി നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അറിയണം അല്ലേ? എങ്ങോട്ടാണ് നമ്മൾ പോണത്? മക്കയിലേക്കാണ് പോണത് അല്ലേ? സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമാണ് മക്ക. നമ്മൾ വിമാനം ഇറങ്ങുന്ന ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 80ഓളം കിലോമീറ്റർ ദൂരത്തിലാണ് മക്ക എന്ന മണ്ണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന പുണ്യഭൂമിയാണ് മക്ക. മനസ്സുകൊണ്ട് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നതാണ് പരിശുദ്ധമായ കഅബാലയം ഒരു നോക്ക് കാണാൻ ഉള്ള ഒരു പൂതി. അപ്പൊ ആ കഅബാലയം സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ മക്കയിലേക്കാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. അവിടെ എന്താണ് മക്ക? മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന ഗ്രാമം പിന്നീട് മക്ക എന്ന പേരിൽ അറിയപ്പെട്ടു. മക്കയെ കുറിച്ചുള്ള പൊക്കിൽ തടം എന്ന അർത്ഥം വരുന്ന മക്ക എന്ന അറബി വാക്ക് വന്നത് മക്ക ഭൂമിയുടെ കേന്ദ്ര ബിന്ദു കൂടിയാണ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഏതായാലും ഗ്രാമങ്ങളുടെ മാതാവ് എന്നർത്ഥം വരുന്ന ഉമ്മുൽ ഖുറ എന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ മക്കയെ കുറിച്ച് നമുക്ക്
പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മക്കയുടെ ചരിത്രം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇബ്രാഹിമി കുടുംബത്തിന്റെ ചരിത്രമാണ്. ഇബ്രാഹിം, ഉമ്മു ഇസ്മായിൽ, ഹാജർ, ഉമ്മു ഇസ്മായിൽ, ഹാജർ, ഇവരുടെ കണക്കാണ് അവരുടെ ചരിത്രമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ പ്രാദേശികരായ ആളുകളെക്കാളും അവിടെ വരുന്നത് ആരാണ്? അവിടേക്ക് വരുന്ന തീർത്ഥാടകരാണ് എന്നുള്ളതാണ് മക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയാണ് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി എന്ന് തുടങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയാണ് ഇന്ന് നാം കാണുന്ന മക്കയെ മക്കയാക്കി മാറ്റിയിട്ടുള്ളത്. ഏകദേശം നമ്മളെ നാട്ടിലെ കണക്ക് പറയുകയാണെങ്കിൽ 10,000 കോടി ഡോളർ ഏകദേശം അതിനപ്പുറം തുക ചെലവഴിച്ച് നിർമ്മിച്ച ബൃഹത്തായ ഒരു സ്ഥലമാണ് മസ്ജിദുൽ ഹറം. ഏകദേശം 1,1.5 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ, 20 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. മാത്രമല്ല അതിന് ഡോർ ക്ലോസർ ഇല്ല, ഏത് സമയത്തും ഓപ്പൺ ആണ്. നമ്മുടെ നാട്ടിലെ പള്ളി ഇശ കഴിഞ്ഞാൽ അടക്കും അല്ലെ, പക്ഷേ മക്കയിലെ മസ്ജിദുൽ ഹറാമിന് എന്തില്ല, അടവില്ല. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം മസ്ജിദുൽ ഹറാമാണ്. മസ്ജിദുൽ ഹറാമിനെ കുറിച്ചും നമ്മൾ അറിയണം. ആധുനികമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഒരു പുണ്യഭൂമി. 1800-ലധികം ക്ലീനർമാർ 40 ഇലക്ട്രിക് സാനിറ്ററി ക്ലീനിങ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. അതേപോലെ തന്നെ ഏകദേശം 40,000 പരവതാനികൾ വിരിച്ച് 79 കിലോമീറ്റർ നീളത്തിലുള്ള പരവതാനികൾ സൗകര്യച്ച പുണ്യഭൂമിയാണ്. 13,000 ടോയ്ലറ്റുകൾ ഹാജിമാർക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ 13,000 ടോയ്ലറ്റുകളും ദിവസവും 4 തവണ വൃത്തിയാക്കി. ഞാനിത് പറയണത് എന്താ വെച്ചാൽ നമ്മൾ പോണ സ്ഥലത്തെ കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ, അതിനു വേണ്ടിയാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ 25,000 വാട്ടർ ഡിസ്പെൻസറുകൾ, വെള്ളം കുടിക്കാൻ വേണ്ടി 25,000 വാട്ടർ ഡിസ്പെൻസറുകൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് പുറമെ സംസം കുടിക്കാനുള്ള സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓഡിയോ സിസ്റ്റം അതാണ് മക്കയിലെ മസ്ജിദുൽ ഹറാമില് അവിടുത്തെ സൗദി സർക്കാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. 6,000-ലധികം സ്പീക്കറുകളാണ് അവിടെയുള്ള സൗണ്ട്, ആ ബാങ്ക് ഇക്കാമത്തൊക്കെ കേൾക്കാൻ വേണ്ടി സൗകര്യം ചെയ്തിരിക്കുന്നത്. 10,000-ലധികം വീൽ ചെയറുകൾ, അതേപോലെ തന്നെ സാധാരണ ചെയറുകൾ എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ സൗണ്ട് മെക്കാനിസത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം 50-ലധികം എഞ്ചിനീയർമാർ സദാസമയം ജാഗരൂകരായി നിൽക്കുന്നുണ്ട്. നമ്മളെ പള്ളിക്കല് ഒരു സിസ്റ്റേ ഉള്ളൂ, അത് കേടെന്ന് നന്നാക്കി കൊടുത്തിട്ട് വേണം അടുത്ത് ഉപയോഗിക്കാൻ. മസ്ജിദുൽ ഹറാമിൽ അങ്ങനെയല്ല, 3 സിസ്റ്റം സ്റ്റാൻഡ് ബൈ ആണ്. ഒരു സിസ്റ്റം കേടുന്നാൽ 3 സ്റ്റാൻഡ് ബൈ ആയി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. ഇനി അപ്പൊ നമ്മൾ മക്കയെ കുറിച്ച് മനസ്സിലാക്കി, ഞാൻ വേഗം ഓടിച്ചു പോവാണ്. മക്കയെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ മക്കയിൽ എത്തുന്നത് മക്ക കാണാനല്ല, എന്തിനാണ്? ഉംറ ചെയ്യാനാണ്. എന്താണ് ഉംറ? എന്താണ് ഉംറ? എന്താണ് ഉംറ? നിങ്ങൾ എന്നെ പറ, നിങ്ങളൊന്നും വായിച്ചു മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയ ഉംറ എന്താണ്? പറഞ്ഞോളി. എങ്ങനാ ആണ്? പക്ഷെ ഇപ്പൊ നിസ്കാരം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ, തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ് നിസ്കാരം. എങ്കിൽ എന്താണ് ഉംറ? ഇഹ്റാമിൽ പ്രവേശിച്ച് പരിശുദ്ധമായ കഅബാലയത്തെ 7 തവണ തവാഫ് ചെയ്ത് സ്വഫക്കും മറുവക്കും ഇടയിൽ 7 തവണ സഈ ചെയ്താൽ തീരുന്നതാണ് ഉംറ. യഥാർത്ഥത്തിൽ ഹറം കാലിയാണെങ്കിൽ ഒരു അരമണിക്കൂർ മതി വേണമെങ്കിൽ ഉംറ തീർക്കാൻ. എന്നാൽ 5 മണിക്കൂർ കൊണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉംറ ചെയ്യാം. അപ്പൊ നമ്മളെ ഇച്ഛക്കനുസരിച്ച് അതിന് ചുരുക്കാനും പറ്റും കൂട്ടാനും പറ്റും. സമയ ദൈർഘ്യത്തെയാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോ ഉംറക്ക് എന്തില്ല, പ്രത്യേകമായ സമയവും കാലഘട്ടവും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഏത് കാലത്തും ഏത് സമയത്തും ഉംറക്ക് പോകാം. ഹജ്ജിനാണെങ്കിൽ ദുൽഹിജ്ജ മാസത്തെ കാത്തിരിക്കണം. ദുൽഹിജ്ജ എത്ര മുതൽ എത്ര വരെയാണ് ഹജ്ജ്? അടുത്ത ലക്ഷം ഹജ്ജാണല്ലോ, എന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണല്ലോ. 8, 9, 10 കഴിഞ്ഞു. 10 കഴിഞ്ഞോ? 13 വരെ ഉണ്ട്. ദുൽഹിജ്ജ 8 മുതൽ 13 വരെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഉംറക്ക് ഒരു ഡ്യൂറേഷൻ എന്ത് ചെയ്തിട്ടില്ല, വെച്ചിട്ടില്ല.
നമുക്ക് ഏത് സമയത്തും എത്രയും ഉംറ ചെയ്യാൻ പറ്റും. എന്താണ് ഉംറ? ഒരു മുസ്ലിമിന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ആരാധനാ കർമ്മമാണ് ഉംറ. അഥവാ സുന്നത്താണെങ്കിലും ഒരിക്കലേ നിർബന്ധമുള്ളൂ, പിന്നെ വേണമെങ്കിൽ എത്രയും ചെയ്യാം. മക്കയുടെ അതിർത്തിക്ക് പുറത്തു നിന്നും കുളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം അണിഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിച്ച് 7 തവണ കഅബയെ തവാഫ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസാനം പുരുഷന്മാരാണെങ്കിൽ തലമുണ്ടനം ചെയ്യാം, സ്ത്രീകൾ ഒരു വിരലിന്റെ അറ്റം മുടി മുറിക്കുക. ഇതോടുകൂടി ഉംറ കഴിഞ്ഞു. അതല്ലാതെ നമ്മുടെ നാട്ടിൽ കയറി പെരിപ്പിച്ച പോലെ ഒരു റിസ്ക് ഉള്ള സാധനമല്ല, ഒരു സംഗതിയല്ല ഉംറ. വളരെ സിമ്പിൾ ആണ് എന്നതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ പഠിച്ചോനെ ഉംറക്ക് പോവുകയാണല്ലോ. നമ്മളെ കുട്ടികളെ SSLC പരീക്ഷയ്ക്ക് ഒരു കൊല്ലം മുമ്പ് നീങ്ങാൻ തുടങ്ങല്ലോ. അങ്ങനത്തെ ഒരുക്കൊന്നും ഉംറക്ക് വേണ്ട. മാനസികമായൊരു ഒരുക്കം, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആ ഒരുക്കമാണ് വേണ്ടത്. അതിൽ നമ്മളെ വായനകൾ വരണം. അത് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഉംറയെ കുറിച്ച് എന്താ പഠിച്ചത്? അപ്പൊ നമ്മൾ വായിക്കണം. നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പുസ്തകം തരും, ഒരു കൈപുസ്തകം, ഉടോപ്പിന് ഒരു കൈപുസ്തകം തരും. അതിലുണ്ടാവും ഏറ്റവും ബ്രീഫായിട്ട് ഉംറ എന്താണ്, ഉംറക്ക് എന്താ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഇവിടെ എത്ര 2 മണിക്കൂർ വയല് പറഞ്ഞാലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് വാട്സപ്പിൽ എന്നോട് ചോദിക്കുക എന്തെങ്കിലും പറഞ്ഞ ഓർമ്മയില്ലല്ലോ എന്ന്. ഇനി പിന്നെ അടുത്ത ചോദ്യം എപ്പോഴേക്കാരം അറിയോ? തവാഫ് ചെയ്യുമ്പോഴേക്കാരം. അത് ഞങ്ങളെങ്ങനെ? അത് അങ്ങനെയാണ്. അത് നമ്മൾ ചെയ്തിട്ടാണ്ട് പഠിക്കണം. നിസ്കാരം നമ്മൾ നീന്തൽ ആരെങ്കിലും പുസ്തകം നോക്കി പഠിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ ഉംറ നമുക്ക് ചെയ്താണ്ട് പഠിക്കാം. 2 ഏതായാലും ചെയ്യല്ലോ. അപ്പൊ അതിന്റെ പ്രാഥമികമായ ഒരു വിവരം നമ്മൾ ഉണ്ടാക്കി വെക്കും. അത് ആദ്യമായിട്ട് ഇപ്പൊ ഇതിനു മുമ്പ് കാബ കണ്ട ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും. ഇതിപ്പോ കാബ എന്താ, കാബന്റെ 4 മൂല എന്താ, നമുക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു ചിത്രം മാത്രമേ, ഇപ്പൊ നമുക്ക് ഒരുപാട് സൗകര്യമുണ്ട്, വീഡിയോ കാണാം, ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലും ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. കണ്ടോ? അപ്പോ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് പോലെ തന്നെ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും കഴിവുള്ളവർക്ക് ജീവിതത്തിൽ ഒരു തവണ നിർബന്ധമുള്ള കാര്യമാണ് ഉംറ. ഉംറ എന്ന പദത്തിന് സന്ദർശനം എന്നാണ് അർത്ഥം. പുണ്യനഗരമായ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ വെച്ച് ചെയ്യുന്ന ഉംറ 2-3 മണിക്കൂർ കൊണ്ട് പരമാവധി നിർവഹിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ പ്രവാചകൻ ഒരു യാത്രയിൽ ഒരു ഉംറയെ നിർവഹിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഒരു യാത്രയിൽ ഒരു ഉംറ ചെയ്യലാണ് ഉത്തമം. അപ്പോ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നത്? ഇപ്പൊ അതിലേക്ക് നോക്കണ്ട. ഇപ്പൊ അത്യാവശ്യമുള്ളതൊക്കെ ഞാനവിടെ സ്ക്രീനിൽ കാണിച്ചു തരും. വീട്ടിൽ പോയിട്ട് വായിച്ച് പഠിച്ചാൽ മതി. ആർക്കാ ഹജ്ജ്, ആർക്കാ ഉംറ? വിശുദ്ധ ഖുർആനിലെ ആയത്താണെന്ത്? നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായും നിർവഹിക്കുക. കേട്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മളൊരു ഉംറക്ക് പോവാണ്. ഇനി അടുത്തൊരു ഉംറ തൗഫീഖ് ഉണ്ടോ എന്ന് അറിയില്ല, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതിനിടയിലുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തുതരും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം അവിടുന്ന് പരമാവധി കൂലി നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപമാണ്. ഇനി ഉംറക്ക് നമുക്ക് എല്ലാത്തിനും ഷർത്തും ഫർദും ഉണ്ട് അല്ലേ? നമ്മളെ ലൈഫ് സ്റ്റൈലല്ല ചോദിച്ചത്. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഷർത്തും ഫർദുണ്ട്. അതേപോലെ നിസ്കാരത്തിനും ഷർത്തും ഫർദുണ്ട്. ഉംറക്കും എന്തുണ്ട്? 4 പില്ലേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണത്? നമ്പർ കാണുന്നുണ്ട് നിങ്ങള്? ഒന്നാമത്തേത് എന്താണ്? ഇഹ്റാമിൽ പ്രവേശിക്കണം. രണ്ടാമത്തേത് എന്താണ്? തവാഫ് ചെയ്യണം. മൂന്നാമത്തേത് എന്താണ്? സഅയ് ചെയ്യണം. നാലാമത്തേത് എന്താണ്? തഹല്ലുലാകണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഉംറയുടെ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ മീഖാത്തിൽ വെച്ച് ഇഹ്റാം പ്രവേശിക്കുക, 7 തവണ വിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുക, മഖാം ഇബ്രാഹിമിന് പുറകിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സഫ മർവക്കിടയിൽ 7 തവണ സഅയ് ചെയ്യുക, മുടിയെടുക്കുക. ഇതാണ് ഉംറയുടെ കർമ്മം എന്ന് പറയുന്നത്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇഹ്റാം എന്താണ്? ഉംറ എന്താണ്? ഇഹ്റാം, തവാഫ്, സഅയ്, ഹൽഖ്. ഇനി ഇഹ്റാമിൽ അതിന്റെ ഒന്നാമത്തെ എന്താണ്? ഇഹ്റാമാണ്. എവിടുന്ന ഇഹ്റാമിൽ പ്രവേശിക്കുക? മീഖാത്തുകളാണ്. എത്ര മീഖാത്തുകളുണ്ട്? എല്ലാം പണ്ട് പഠിച്ചു വെച്ചാണ് മദ്രസ, അതുകൊണ്ട് അത് മറക്കൂല. ബാക്കി മീഖാത്തുകളുടെ പേര് ഓർമ്മ ഉണ്ടോ? വായിച്ചു നോക്കിയിരുന്നോ? ത്വായിഫിലൊരു മീഖാത്തുണ്ട്, മദീനയിൽ വേറൊരു മീഖാത്തുണ്ട്. നമ്മളെ മീഖാത്ത് ഏതാ? എല്ലാം അത് നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചതുകൊണ്ട് ഓർമ്മ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എത്ര മീഖാത്തുകൾ ഉണ്ട്? ഏതൊക്കെയാണ്? കണ്ടോ?
യലംലം ഇതാണ് നമ്മളെ മീഖാത്ത്. പിന്നെ കർണുൽ മനാസില്, ദാത്ത് ഇർക്ക്, ദുൽ ഹുലൈഫ, ജുഹ്ഫ. അപ്പൊ എത്ര ഉണ്ട്? 5 മീഖാത്തുകളിൽ ഏതെങ്കിലും ഒരു മീഖാത്തിൽ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഏത് മീഖാത്തിൽ എത്തുക? നമ്മളവിടെ പോയി ഇറങ്ങുവോ? വിമാനം ലാൻഡ് ചെയ്യോ? ഇല്ല. നമ്മൾ മീഖാത്തിന്റെ മുകളിൽ എത്തുമ്പോ പൈലറ്റ് പറയും മീഖാത്തിൽ എത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ മീഖാത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇഹ്റാമിലേക്ക് പ്രവേശിക്കും. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പൊ 5 മീഖാത്തുകളുണ്ട്. 5 ദുൽഹുലൈഫ, അബയാർ അലി എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് ദുൽഹുലൈഫ എവിടെയാണ്? മക്കയിൽ നിന്ന് 420 കിലോമീറ്റർ ദൂരമുള്ള അബയാർ അലിയാണ് ഇന്നത്തെ അതിന്റെ പേര്. അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ വെച്ചാണ് ചെയ്തത്? ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ളത്. അഥവാ മദീനക്ക് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള മീഖാത്താണ് ദുൽഹുലൈഫ എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെ പേര് അബയാർ അലി. അത് സാധാരണ നമ്മൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഇഹ്റാം അവിടുന്ന് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമുക്കതില്ല. പക്ഷെ ഞാൻ ആ മീഖാത്ത് ഇൻഷാ അല്ലാഹ് കഴിവതും നമ്മുടെ യാത്രയിൽ കാണിച്ചു തരും. ഒന്നാമത് ദുൽഹുലൈഫ, രണ്ടാമത്തത് ജുഹ്ഫ. ആർക്കാണ്? ഈജിപ്ത്, ഷാം, മൊറോക്ക രാജ്യക്കാര്. മക്കയിൽ നിന്ന് 186 കിലോമീറ്റർ. മൂന്നാമത്തത് കർണുൽ മനാസിൽ. ഈ കർണുൽ മനാസിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ് നമ്മൾ രണ്ടാമത്തെ ഇഹ്റാമിൽ പ്രവേശിക്കുക. അതാണ് മക്കയിലേക്ക് 78 കിലോമീറ്റർ ഉണ്ട്. തായിഫിനടുത്താണ് ഈ കർണുൽ മനാസിൽ എന്നുള്ള മീഖാത്ത് എന്ന് പറയപ്പെടുന്നത്. അടുത്തത് നാലാമത്തത് ദാത്തു ഇർഖാണ്. മക്കയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരത്തില്. അഞ്ചാമത്തതാണ് യലംലം. യമൻ, തിഹാമ രാജ്യക്കാരും ഏഡൻ വഴി വരുന്നവരും ഇഹ്റാം ചെയ്യേണ്ട മീഖാത്തിനത്. ഇന്ത്യയിൽ നിന്നും കപ്പൽ വഴി പോകുമ്പോൾ ഈ മീഖാത്താണ് ലഭിക്കുക. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഏതാ കിട്ടുക? നമുക്ക് ചിലപ്പോൾ മിക്കവാറും നമുക്ക് കർണുൽ മനാസിൽ തന്നെ ആയിരിക്കും കിട്ടുക. അത് ഫ്ലൈറ്റ് പോണ ഡയറക്ഷൻ അനുസരിച്ച് ഏതായാലും ക്യാപ്റ്റൻ നമുക്ക് പറയും. അഥവാ മാക്സിമം പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന്റെ 20 മിനിറ്റ് മുൻപ്, ഒരു 10 മിനിറ്റ് ഏറ്റി പിടിച്ചാൽ അരമണിക്കൂർ മുമ്പ് മതി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ. അതാണ് അതിന്റെ ഒരു കണക്ക്. ഇനി എന്താ ഇഹ്റാമിൽ പ്രവേശിക്കൽ? അടുത്തത് അതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇഹ്റാമിന് മുമ്പ് നഖം, മീശ, ഗുഹ്യരോമം, കക്ഷരോമം എന്നിവ നീക്കം ചെയ്യണം. കുളിക്കുക, ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുക. പിന്നീട് സുഗന്ധം ശരീരത്തിൽ ഉപയോഗിക്കുക. ആണുങ്ങൾക്ക് ഉള്ളു, പെണ്ണുങ്ങൾക്ക് ഇല്ല കേട്ടോ. ഇഹ്റാമിന്റെ വസ്ത്രം പുരുഷന്മാര് എന്ത് ചെയ്യാം? പുരുഷന്മാർക്ക് എന്താണ്? ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും. സ്ത്രീകൾക്ക് ഏത് വസ്ത്രം ധരിക്കാം? മാന്യമായ ഔറത്ത് മറയുന്ന ഇസ്ലാമികമായ ഏത് വസ്ത്രവും ധരിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാം. നമ്മളത് കൂടുതലും പർദ്ദയാണ് ഉപയോഗിക്കാറ് എന്ന് മാത്രം. ഏതായാലും സ്ത്രീകൾ മുഖവും മുൻകൈയും ഉംറ ചെയ്യുന്നവരെ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. അപ്പൊ നിക്കാബ് കെട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ മുഖവും മുൻകൈയും മറക്കാൻ. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ സോക്സ് ഒക്കെ ഇട്ട് കൈമലൊക്കെ സോക്സ് ഉള്ള ആൾക്കാരെ കാണാം. തെറ്റാണ് ചെയ്യുന്നത്. അതേപോലെ മുഖം മറച്ചുകൊണ്ട് ഉംറ ചെയ്യുന്ന ആളുകളെ കാണാം. തെറ്റാണത്. അങ്ങനെ നിക്കാബ് ധരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്യണം. കുളി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാമിന് വേണ്ടി കുളിക്കുകയാണ് എന്ന നെയ്യത്തോടു കൂടി നമ്മൾ കുളിച്ച് ഈ പറഞ്ഞ ഗുഹ്യ കക്ഷ രോമങ്ങളൊക്കെ നീക്കി മുടിയൊക്കെ ബാബർഷോപ്പ് പോയി മുറിക്കണമെങ്കിൽ അത് മുറിച്ച് ഒന്ന് വൃത്തിയായി എന്ത് ചെയ്യാം? ഒരുങ്ങുക. ആണുങ്ങൾ എന്ത് ചെയ്യാം? കുളിച്ചതിന് ശേഷം ശരീരത്തിൽ എന്ത് ചെയ്യാം? സുഗന്ധം പുരട്ടുക, വസ്ത്രത്തിലല്ല. എന്നിട്ട് ആണുങ്ങൾ 2 തുണി, ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും. സ്ത്രീകൾ സാധാരണ പോലെ നിങ്ങളെ വസ്ത്രം ധരിക്കുക. ഈ കുളിച്ചിട്ട് വസ്ത്രത്തോടു കൂടിയാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. പക്ഷെ ഇഹ്റാമിൽ നമ്മൾ എപ്പോഴാണ് പ്രവേശിക്കുക? എയർപോർട്ടിൽ ഇറങ്ങണീന് അരമണിക്കൂർ മുമ്പ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും, ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായാലും എന്ത് ചെയ്യും? ഇഹ്റാമിൽ പ്രവേശിക്കും. നമ്മൾ വിളിച്ച് എല്ലാവരും അത് റെഡിയാക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ഒന്ന് ഇഹ്റാമിൽ പ്രവേശിക്കല്. രണ്ടാമത്തേത് ഇഹ്റാമിനാണ്. ഇഹ്റാമിന്റെ വസ്ത്രങ്ങളാണ്. പുരുഷന്മാർ എന്ത് ചെയ്യണം? കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പോകുന്നപ്പോൾ പുതിയ ഷൂസ് ഒക്കെ എടുത്തുകൊണ്ടു ഇഹ്റാമിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇഹ്റാമിൽ ഇടാൻ വേണ്ടി പുതിയ ഷൂസ് ഒക്കെ എടുത്തുകൊണ്ടു. അതിന്റെ ആവശ്യം ഉണ്ടാവും? ഇല്ല. മുൻഭാഗം മറയുന്ന രൂപത്തിലുള്ള
പാദരക്ഷകൾ പുരുഷന്മാര് ഇഹ്റാമിൽ ധരിക്കാൻ പാടില്ല. ഇതാണ് ഇഹ്റാമിൽ അനുവദനീയമാകുന്ന, പുരുഷന്മാർക്ക് അനുവദനീയമാകുന്ന സാധനങ്ങൾ. അപ്പൊ സാധാരണ ചെരുപ്പ്, പിന്നെ വലിയ വില കൂടി 2000-നും 3000-നും ചെരുപ്പ് നിട്ടുകാണ്ട് എന്തേ പോരണ്ട, ഉംറക്ക് പോരാൻ നിൽക്കണ്ട. ആ ചെരുപ്പിന്റെ കാര്യം ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര ടെൻഷനായി. കാരണം അപ്പൊ ഒരു സാധാ 50 റുപ്യന്റെ 80 റുപ്യന്റെ ചെരുപ്പ് വാങ്ങി ബാഗിൽ വെക്കുക. ഹറമുക്ക് എപ്പോഴും പോകുമ്പോൾ എന്ത് ചെയ്യുക, ആണായാലും പെണ്ണായാലും ഒരു സാധാരണ ഒരു സ്ലിപ്പർ ചെരുപ്പായിരിക്കും നന്നാവുക. എന്താ പറയുക, ചെരുപ്പിന്റെ പോയാലും 80 റുപ്യന്റെ ചെരുപ്പല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആശ്വസിക്കാം. 2000-നും 3000-നും ചെരുപ്പൊക്കെ ഇട്ടൊന്ന് പോയാൽ അതിന്റെ സങ്കടം കാണാൻ പ്രയാസമായിരിക്കും. പുരുഷന്മാര് ഷൂ പോലെടുത്ത വസ്ത്രങ്ങൾ ഇഹ്റാമിൽ ധരിക്കാൻ പാടില്ല. അതേപോലെ സ്ത്രീകൾക്ക് കണ്ടല്ലോ അല്ലെ, നിക്കാബും കയ്യുറയും ധരിക്കാൻ പാടില്ല. എന്താണ് ഇഹ്റാമിൽ പ്രവേശിക്കൽ? എളുപ്പമാണ്. നമ്മൾ കുളിച്ച് വൃത്തിയായി നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, മീഖാത്തിൽ എത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് മാത്രം പറഞ്ഞോടുകൂടി നമ്മൾ എന്താവും, ഇഹ്റാമിൽ പ്രവേശിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പുരുഷന്മാർ കുറച്ച് ശബ്ദം പുറത്തു വരുന്ന രൂപത്തിലും സ്ത്രീകൾ തങ്ങൾക്ക് മാത്രം കേൾക്കുന്ന ശബ്ദത്തിലും എവിടെ വരെ നമ്മൾ ചൊല്ലണം, തൽബിയത്ത് ചൊല്ലണം. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നത് വരെ പിന്നെ വേറെ വർത്താനേ ഇല്ല. അതിനിടെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങും, ബസ്സിൽ കയറും, റൂമിൽ പോകും, ഭക്ഷണം കഴിക്കും, ഒക്കെ ഉണ്ടായിക്കോട്ടെ, തൽബിയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി അവിടെ ഈ പറഞ്ഞ ഭാഗത്തിന്റെ സംശയമാണ്, എന്തെങ്കിലും ക്ലിയർ ചെയ്ത് പോയിട്ടാ. ഇപ്പൊ ഇഹ്റാമിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇഹ്റാമിൽ സംശയത്തിനൊന്നുമില്ല. നമ്മൾ സാധാരണ ഒന്ന് പരിപൂർണമായി വൃത്തിയാക്കി കുളിക്കുക. അത് കുളിക്കുമ്പോഴുള്ള നീയത്ത് എന്താണ്? നീയത്ത് എവിടെയുള്ളത്? മനസ്സിലാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. അല്ലാതെ ഞാൻ ഉംറക്ക് വേണ്ടി കുളിക്കാണെന്ന് ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. 10 റുപ്യ നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ പറയാനില്ലല്ലോ. എങ്കിൽ അതേപോലെ കുളിക്കുമ്പോഴായാലും നിസ്കരിക്കുമ്പോഴായാലും ഒരു കർമ്മത്തിനും നമ്മൾ എന്ത് ചെയ്യണ്ട, നിയ്യത്ത് പറയേണ്ട ആവശ്യമില്ല. നിയ്യത്ത് എന്ത് ചെയ്യണം? മനസ്സിൽ കരുതണം. പക്ഷേ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്റാം നമ്മൾ പ്രഖ്യാപിക്കാണ്, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഓക്കേ, പിന്നെ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ല്ലേ, അല്ലാഹുവേ, നമ്മൾ എവിടേക്കാ പോണത്? മക്കയിലേക്കാണ് പോണത്. ആര് വിളിച്ചിട്ടാ പോണത്? ആര് വിളിച്ചിട്ടാ പോണത്? ഇബ്രാഹിം നബി വിളിച്ചിട്ടാ പോണത്. ആരാ വിളിക്കാൻ പറഞ്ഞത്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീക്. അല്ലാഹുവിന്റെ വിളിയാണ്. ഇബ്രാഹിമിനോട് വിളിക്കാൻ പറഞ്ഞു. എല്ലാ ഇടുങ്ങിയ വഴികളിലൂടെയും ഒട്ടകപ്പുറങ്ങളിലുമായി ആളുകൾ ഹജ്ജിന് എത്തിച്ചേരുമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. ആ വിളിക്ക് ഉത്തരം കൊടുക്കാണ് നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ്? അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. നീയല്ലാതെ യാതൊരു പങ്കുകാരുമില്ല. സർവസ്തുതിയും അനുഗ്രഹവും അധികാരവും എല്ലാം നിനക്കാണ്. ലാ ശരീക ലക്. ഈ തൽബിയത്ത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇനി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? അനാവശ്യമായ സംസാരം പിന്നെ പാടില്ല. അനാവശ്യമായ പ്രവർത്തനങ്ങൾ പാടില്ല. പിന്നെയോ, മുടി, രോമം, നഖം എന്നിവ നീക്കം ചെയ്യരുത്. ചെയ്യുമ്പോൾ വീണു പോകുന്നതിന് വിരോധം ഇല്ല. അപ്പൊ ചില ആൾക്കാർ നഖം കടിക്കുന്ന ആൾക്കാരുണ്ടാവും, വെറുതെ പാടില്ല. പിന്നൊക്കെ സ്വഭാവം എന്ത് ചെയ്യും, എല്ലാ ടെൻഷനും ആടി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലോ വസ്ത്രത്തിലോ സുഗന്ധം പൂശരുത്. കുളിക്കുന്നതിനോ വസ്ത്രം മാറ്റുന്നതിനോ വിരോധമില്ല. അതിയായ സുഗന്ധം വമിക്കുന്ന സോപ്പ്, ഷാമ്പു ഉപയോഗിക്കരുത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് മക്കയിൽ ഹോട്ടലിൽ റൂമിലെത്തി ഒന്ന് കുളിക്കാം. ഒന്ന് ഉംറക്ക് പോണതിന് മുമ്പ് എന്ത് ചെയ്യാം? ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉംറക്ക് പോകാം. അപ്പോ അതൊക്കെ നമ്മൾ ആ സമയത്തനുസരിച്ച് ചെയ്യും കേട്ടോ. അതൊക്കെ ഞാൻ ആ ഇപ്പൊ തന്നെ വെറുതെ ടെൻഷൻ എടുപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സമയം ചിലപ്പോൾ നമ്മൾ പോയ ഉടനെ ഭക്ഷണം കഴിച്ചിട്ട് ഉംറ ചെയ്യാൻ പോകും. ചിലപ്പോ എന്താ സംഭവിക്കാൻ അറിയില്ല. ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ട് പോരാതെ ചോദിക്കും. ചിലപ്പോൾ അതൊക്കെ ആ സമയത്തനുസരിച്ച് നമുക്ക് ചെയ്യാം. ഏതായാലും അപ്പൊ ചെന്ന് അവിടെ ചെന്ന് കുളിക്കുകയാണെങ്കിലും ഇഹ്റാമിലാകും നമ്മൾ എന്ത് ചെയ്യണ്ട, സോപ്പോ ഷാമ്പോ ഒന്നും ആണായാലും പെണ്ണായാലും ആരായാലും നിങ്ങൾ നമുക്ക് ഒരു റൂമിൽ ചെന്നതിന് ശേഷം എന്ത് ചെയ്യാം, ഒന്ന് മേത്ത വെള്ളം പറഞ്ഞ് തോർത്തി
പോരാ. അത് ശ്രദ്ധിക്കാം. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറയും. പിന്നെന്താണ്, അവിടെ ചെന്നപ്പോഴാണ് തവാഫിന് പോകുമ്പോഴാണ് കുടുംബക്കാരത്തിനെ കണ്ടത്. നല്ലൊരു കല്യാണാലോചന അവിടുന്ന് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കണ്ട, ഇഹ്റാമിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹ അന്വേഷണവും വിവാഹ ബന്ധവും നിഷിദ്ധമാണ്. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. അതേപോലെ പുരുഷന്മാർ തുന്നിച്ചേർത്ത വസ്ത്രം ധരിക്കരുത്. അതേപോലെ തന്നെ പുരുഷന്മാർ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളൊക്കെ തലമറക്കരുത്, അഥവാ തൊപ്പി അതുപോലെ സാധനങ്ങൾ ധരിക്കാൻ പാടില്ല. പിന്നെ പുരുഷന്മാർക്ക് പറ്റുന്ന മറ്റൊരു പറ്റെന്താ വെച്ചാൽ, നമ്മൾ ആ എയർപോർട്ട് ഫ്ലൈറ്റിൽ നല്ല തണുപ്പായിരിക്കും, ഈ സാധനം വന്ന് തലക്ക് ഇങ്ങനെ അടിക്കും. അപ്പം എന്ത് ചെയ്യും, മെല്ലെ തോളിലുള്ള തുണി എന്ത് ചെയ്യും, തലയ്ക്കിടും. അറിയാതെ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ അറബിക്ക് പോകുമ്പോൾ നല്ല വെയിലാണെങ്കിലോ എന്ത് ചെയ്യാം, ഒരു കൊട ഉപയോഗിക്കാം. ഓക്കെ. ഇനി നമ്മൾ നേരെ മസ്ജിദുൽ ഹറാമിൽ എത്തുന്നു. മസ്ജിദുൽ ഹറാമിൽ എത്തുന്നത് വരെ നമ്മളെ മറ്റുള്ള അനാവശ്യ സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കുക. നമ്മൾ പോണതിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പല സ്വഭാവങ്ങളും ഉണ്ടാകും, അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ കാരണം നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോഴേ ഉറപ്പിക്കുക, എനിക്കെൻ്റെ സ്വഭാവമുണ്ട്, നമുക്ക് ഓരോരുത്തർക്ക് അന്നാസോ അജിനാസോ എന്നാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണ്. എന്നെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല, എന്നെ കൊണ്ട് ഞാനൊരാളുടെ പുറത്ത് വാക്ക് പറയില്ല. ഈ ഉംറ കഴിയുന്നത് വരെ ഞാൻ അങ്ങനെ ആയിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തീരുമാനം. ഈ ഉംറ ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? അല്ലേ? ഓള് ഉംറ ചെയ്തൊന്നുകൊണ്ട് നന്നായിട്ടോ എന്നെങ്കിലും ആൾ പറഞ്ഞില്ലെങ്കിലും ഞമ്മക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന: അഊദു ബില്ലാഹിൽ അദീം വബിജിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. സാധാരണ എല്ലാ പള്ളിയിലേക്കും പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന തന്നെയാണ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നുള്ള പ്രാർത്ഥന. എന്നാൽ ഒന്നുകിൽ ഈ ഭാഗം ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിലുള്ള പ്രാർത്ഥന അത് നോക്കിയിട്ട് അത് പ്രാർത്ഥിക്കാം. അതെന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെന്താണ്, പിന്നെ നമ്മൾ തവാഫിലേക്ക് പോവാണ്, ഉംറയുടെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്തറിയണം, കഅബയെ നമ്മൾ അറിയണം. നമ്മൾ ഇങ്ങനെ കറുത്ത ഉടുപ്പിട്ട ഡ്രസ്സ് ഒരു സ്തൂപമായിട്ട് മാത്രമേ കഅബയെ മനസ്സിലാക്കിയിട്ടുള്ളൂ. കഅബക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതറിയണം അല്ലേ? ഇവിടുന്ന് നമ്മൾ കഅബയിൽ ഏറ്റവും നോട്ടിഫൈ ചെയ്യുന്ന ഭാഗം ഏതാണ്? ഹജറുൽ അസ്വദ്, ഈ പച്ച ലൈറ്റ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാം, തവാഫ് തുടങ്ങാം. ഇതൊന്നും ഇപ്പൊ പറഞ്ഞ നിങ്ങൾ തലയിലുണ്ടാവൂലേ, ഹജറുൽ അസ്വദിന് മാത്രം നിങ്ങൾ തലയിലുണ്ടാകും, ബാക്കി നിങ്ങൾ തലയിൽ കയറൂല. പിന്നെ അതിന് നേരെ ഇപ്പുറത്തെ ഭാഗത്ത് മഖാമു ഇബ്രാഹിം, പിന്നെ ഹത്തീം എന്ന് പറയുന്ന ഹിജ്റ ഇസ്മായിലിന്റെ ഭാഗം, പിന്നെ മീസാബ് എന്ന് പറയുന്ന സ്വർണ്ണപ്പാത്തി, പിന്നെ കഅബക്ക് 4 മൂലയുള്ളത് അല്ലേ? ഏതൊക്കെയാ മൂല? റുക്കുനുൽ ഹജർ, റുക്കുനുൽ യമാൻ, റുക്കുനുൽ ഷാം, റുക്കുനു ഇറാഖ്. അപ്പോ നമ്മൾ ഏകദേശം ഇപ്പൊ എങ്ങനെ അറിയില്ല, എങ്ങനെയായാലും നമ്മൾ ഏകദേശം ഇങ്ങനെ ഈ ഒരു ഭാഗത്തൂടെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മിക്കവാറും ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടായിട്ടായിരിക്കും നമ്മൾ ഇറങ്ങി വരിക. അപ്പൊ ഇറങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് ഈ മൂല പച്ച ലൈറ്റിന്റെ ഭാഗത്ത് എന്ത് ചെയ്യാം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തി തവാഫ് തുടങ്ങാം. ശരിക്കും കൈ ഉയർത്തിയിട്ടാണോ തുടങ്ങേണ്ടത്? ആണോ? തവാഫ് തുടങ്ങേണ്ടത് ശരിക്കും എങ്ങനെ? ഹജറുൽ അസ്വദിന് തൊട്ടുമുത്തിയിട്ടാണ്. ഈ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തി തവാഫ് തുടങ്ങാൻ നിന്നാല് അവിടെ തവാഫ് നടക്കൂല, ഒരുപാട് മരണം നടക്കും. ഇപ്പത്തെ സിസ്റ്റം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇളവ് തന്നിട്ടുണ്ട്. എന്താണ്? തൊട്ടുമുത്തല് പോസിബിൾ അല്ല, പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാ, കൈ കൊണ്ട് അഭിവാദ്യം ചെയ്യാം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തവാഫ് തുടങ്ങാണ് അല്ലെ? അപ്പൊ ഇവിടുന്ന് നമ്മൾ തവാഫ് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോ ഒരു തവാഫായി. ഞാൻ ആദ്യമുള്ള ആളുകൾക്കാട്ടോ, സ്ഥിരം ചെയ്ത ആളുകൾക്ക് വലിയ മുഷ്പൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ കേൾക്കണം. അപ്പൊ ഇങ്ങനെ ഇതൊരു തവാഫാണ്. ഇതില് നമ്മൾ തവാഫ് തുടങ്ങുമ്പോ പുരുഷന്മാരെന്ത് ചെയ്യണം, ഈ മേൽവസ്ത്രം ഇൽത്തിബാ ചെയ്യണം. എന്ത് ചെയ്യണം?
വലത് കക്ഷം പുറത്ത് കാണുന്ന രൂപത്തിൽ ഞാൻ ചിത്രം കാണിച്ചു തരാം, കാണിക്കണം. അത് ഇലത്തിബാ ചെയ്യാം. ഇനി നമ്മൾ ഹജറുൽ അസ്വദ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന മൂല റുക്കുനുൽ ഇറാഖ്, പിന്നെ റുക്കുനുൽ ശാം, റുക്കുനുൽ യമാനി. അപ്പൊ ഈ റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ എത്തുമ്പോ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ പ്രാർത്ഥന അറിയാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ടാവോ? ഇതേ തവാഫിൽ ചൊല്ലാനുള്ളൂ. ഇതേ തവാഫിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു. തവാഫിലെ പ്രാർത്ഥനയെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് ഇത് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ രാവിലെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന അവന്റെ ദിവസം ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫൗ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വൈകുന്നേരം രാത്രി തല ചായ്ക്കുന്നത് വരെയുള്ള അവന്റെ മനുഷ്യ ജീവിതത്തിലെ മുഴുവൻ ഭാഗങ്ങളും അല്ലാഹു റസൂൽ പഠിപ്പിച്ചില്ലേ? കക്കൂസ് കയറുമ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ കയറണം, ഏത് കാലെടുത്ത് വെക്കണം ഒക്കെ പഠിപ്പിച്ചില്ലേ? ഇത് മനുഷ്യന്മാർക്കും ജന്തുക്കൾക്കും മതമുള്ളവനും ഇല്ലാത്തവനൊക്കെ ഉള്ളതല്ലേ ഈ സാധനം? ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ് എന്ത്? തവാഫ് ചെയ്യുമ്പോൾ ഒറ്റ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളൂ. ഏതാണ്? റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അപ്പൊ അതിന്റെ ഇടയിൽ ബാക്കിയുള്ള സമയം നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. നിങ്ങൾ മാർക്കറ്റിൽ പോയി ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അച്ഛൻ്റെ ഉമ്മറിന്റെ പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങൾ കുടുംബത്തിൽ നിന്ന് ഉമ്മർക്ക് പോയൊരു താത്താൻ്റെ ഒരു പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിരാന്താവും. ഒന്നാമത്തെ തവാഫിലെ പ്രാർത്ഥന, ഒന്നാമത്തെ തവാഫിലെ ആദ്യത്തെ പകുതിയിലെ പ്രാർത്ഥന, രണ്ടാമത്തെ പകുതിയിലെ പ്രാർത്ഥന, ഇങ്ങനെ കുറേ പ്രാർത്ഥന ഉണ്ടാവും. അതൊന്നും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, മനുഷ്യ ജീവിതത്തിൽ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്ത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെവിടെയും ഒന്നാമത്തെ തവാഫിലെ പ്രാർത്ഥന, രണ്ടാമത്തെ തവാഫിലെ പ്രാർത്ഥന, മൂന്നാമത്തെ തവാഫിലെ പ്രാർത്ഥന ഇല്ല. എന്നാൽ റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു. ബാക്കി സമയത്തോ നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ പഠിച്ചവനോട് ചോദിക്കാം. എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. ഭാഷ പ്രശ്നമാണോ? പഠിച്ചവന് ഇല്ല. നമുക്ക് ചോദിക്കാതെ മലയാളത്തിലോ അറബിയിലോ ഒക്കെ നമുക്ക് ചോദിക്കാം. അതോടൊപ്പം നമുക്ക് അറിയുന്ന ഖുർആന്റെ സൂറത്തുകൾ ഓതാം. മുൽക്കറിഞ്ഞ് മുൽക്ക് ഓതാം, യാസിനറിഞ്ഞ് യാസിൻ ഓതാം, ഇഖ്ലാസ് അറിഞ്ഞ് ഇഖ്ലാസ് ഓതാം. എന്താണോ ആ സമയം നമ്മൾ വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഇതാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗം ഇതാണ് കഅബയുടെ വാതിലിന്റെ ഭാഗം. ഈ ഭാഗം പ്രത്യേകം ഉത്തരം കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഈ ഭാഗത്തെത്തുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യാം? പ്രാർത്ഥനക്ക് ഒന്നുകൂടി ഉഷാറാക്കി പറ്റുമെങ്കിൽ ഈ ഭാഗത്തേക്ക് അടുത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിന് സൗകര്യം പോലെ ചെയ്തു തരാൻ പറ്റുന്ന, എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണിച്ചു തരാനും ചെയ്യിപ്പിക്കാനും പറയാനും ശ്രമിക്കും. വബില്ലാഹി തൗഫീഖ്. അപ്പൊ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. കഅബയുടെ ഡോറിന്റെ ഭാഗം, അതിനാണ് മുൽത്തസം എന്ന് പറയാം. ഓക്കെ, മുൽത്തസം എന്നാണ് ആ ഭാഗത്തിന് പറയാം. മുൽത്തസം, ദ വാൾ ബിറ്റ്വീൻ ഡോർ ആൻഡ് കഅബ. അവിടെ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ കഅബയുടെ ഡ്രസ്സ്, അതിനാണ് കിസ്വ എന്ന് പറയാം. പിന്നെ വെള്ളം പോകുന്ന സ്വർണ്ണപ്പാത്തി. അപ്പോൾ ഈ ഒരു തവാഫ്, ഇതാണ് ഒറ്റ തവാഫ്. ഇനി ഈ ആദ്യത്തെ 3 തവാഫ് പുരുഷന്മാർക്ക് എന്ത് വേണം? കുറച്ച് വേഗത്തിൽ റംല്, ഒരു 2 കാലിങ്ങനെ അടിച്ചു നടക്കുന്ന ഒരു വേഗതയിൽ 3 തവാഫ്, ആദ്യത്തെ 3 തവാഫ് എന്ത് ചെയ്യണം? പുരുഷന്മാര് റംല് ചെയ്യണം. ചിലപ്പോ നല്ല തിരക്കാണ്, നോർമലി തന്നെ എന്താവും? റംലായി മാറും. അല്ലെങ്കിൽ തിരക്കിൽ മെല്ലെ 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 നീങ്ങാനേ പറ്റും. അതൊന്നും പ്രശ്നമുള്ള കാര്യം നമ്മൾ ചെയ്യുന്നത് സുന്നത്തായ കാര്യമാണ്. അപ്പൊ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ളത് വളരെ അടുത്ത് പിടിക്കാതെ എന്ത് ചെയ്യും, കുറച്ച് വൈഡായി ചെയ്യുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ അവിടെ ചെന്നിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ 7 തവാഫ് നമ്മൾ ചെയ്തു. ഓരോ തവണ നമ്മൾ അജലസിന്റെ ഭാഗത്തെത്തുമ്പോൾ കൈ ഉയർത്തി അഭിവാദനം ചെയ്യും. അങ്ങനെ 7ാമത്തെ തവാഫ് ഇവിടെ അവസാനിക്കുമ്പോൾ പിന്നെ നമ്മൾ മഖാമു ഇബ്രാഹിമിന്റെ പുറകിൽ എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ ഇതാണ് മഖാമു ഇബ്രാഹിം, കഅബന്റെ വാതിലിന്റെ കുറച്ചുകൂടി ബാക്കിൽ. അപ്പൊ മഖാമു ഇബ്രാഹിമിന്റെ പുറകിൽ, അഥവാ നമ്മുടെ മുമ്പിലാകണം മഖാമു ഇബ്രാഹിം.
അപ്പൊ എല്ലാവരും അവിടെ ഉംറ ചെയ്യണ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന്റെ ബാക്കിൽ ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? പോസിബിൾ ആയ കാര്യമല്ല. അപ്പൊ ഈ മഖാം ഇബ്രാഹിമിന്റെ പിറകലായ ഭാഗത്ത് ഇവിടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നിസ്കരിക്കാം. ആ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? ലഘുവായ 2 റക്അത്ത്. ഒന്നാമത്തെ റക്അത്തില് കാഫിറൂനും രണ്ടാമത്തെ റക്അത്തില് ഇഖ്ലാസും ഓതുക. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാം, എങ്ങനെയാലും കൂട്ടം തെറ്റും. എത്ര കൂട്ടം തെറ്റും. പിന്നെ നമ്മൾ ഇന്തോനേഷ്യക്കാരൊക്കെ ചെയ്യണ മാതിരി തട്ടം കൊണ്ട് കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ആണുകുട്ടികളെ കൊണ്ടുപോകണ മാതിരി കൊണ്ടുപോകണം. അതിന് നമ്മൾ സാധാരണ നിൽക്കാറില്ല. സ്വാഭാവികമായി ചിലപ്പോൾ കൂട്ടം തെറ്റും. അപ്പൊ നമ്മൾ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കും. തവാഫ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മഖാം ഇബ്രാഹിമിന്റെ പുറകിലുള്ള ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് വന്നിരിക്കണം നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കും. അപ്പോ അവിടെ ആ ഭാഗത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സ്കരിച്ചിട്ട് അവിടെ ഇരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം 1.5 മണിക്കൂർ ഒരു മനുഷ്യനെ കാത്തുനിന്നു ഞങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ കൊടുത്ത നിർദ്ദേശം എന്താ? തവാഫ് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ എത്താം. അയാളെ കുടുംബത്തിൽ നിന്ന് എത്ര ആളോ 18 ആളിട്ടുണ്ട് ഒരു കുടുംബം. ഓരോരുത്തരും വല്യപ്പാനെ തെരഞ്ഞു പോകും. ഞാൻ വല്യപ്പാനെ പോയോക്കട്ടെ. അങ്ങനെ 1.5 മണിക്കൂർ തവാഫ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് 30 ദിവസമായും കഴിഞ്ഞ റൂമിലെത്തിക്കണ്. സ്ഥിതി ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പൊ അങ്ങനെ പ്രയാസപ്പെടുത്തരുത്. അപ്പൊ ഞാനതാ നേരത്തെ പറഞ്ഞത്, നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോലെ ഞങ്ങൾ ഉംറ കഴിഞ്ഞ് ഞങ്ങൾ സൗകര്യം പോലെ പെയ്ക്കോളാം, ഞങ്ങളെ കാത്ത് കണ്ടാൽ പറയാം. എന്നാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാം? ഒരുമിച്ച് കർമ്മങ്ങൾ പൂർത്തിയാക്കുക കേട്ടോ. അതാണ് നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഒരുപാട് അത്ഭുതം ഉണ്ടാവും. അങ്ങനെ കോട്ടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ ഒരാളിങ്ങനെ മുദ്രാവാക്യം ചൊല്ലി കൊടുക്കും, ബാക്കിയുള്ളവർ പ്രാർത്ഥന ഏറ്റുചൊല്ലും. അങ്ങനൊക്കെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണും. പക്ഷെ അതൊന്നും പഠിച്ചോ നമുക്കിതൊന്നുമില്ലല്ലോ. 182,000 റുപ്യ കൊടുത്ത് വന്നിട്ട് ഇതെന്താ ഒരു മുദ്രാവാക്യം പോലും ഇല്ല, ഒരു ഏറ്റുപറച്ചിലും ഇല്ല, ഇതെന്ത് ഉംറയാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മൾ പഠിപ്പിച്ചത് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ഉംറയാണ്. പക്ഷേ അതല്ലാത്തൊക്കെ നമ്മൾ അവിടെ കാണാൻ. ഞാൻ പറഞ്ഞില്ലേ, നിക്കാഹ് ധരിക്കരുത് എന്നാണ് ഇഹ്റാമിലാകുമ്പോൾ പെണ്ണുങ്ങൾ മുഖം മുൻകൈയും മറക്കാൻ പാടില്ല എന്നാണ്. അത് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മൾ കാണും. എന്നാൽ പള്ള കാണിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്ന ആണുങ്ങളെയും കാണും. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് ആളുകൾ പലതും ചെയ്യും. നമ്മൾ മനസ്സിലാക്കിയ അറിവും തികവും അനുസരിച്ച് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ പരിപൂർണമായി ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഏതായാലും ആ 2 റക്അത്ത് സ്കെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ടാ പോകാനുള്ളത്? ഏകദേശം ഈ ഭാഗത്താണ് പിന്നെ എന്ത് വരിക? സഫയും മറുവയും വരിക. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തവാഫ് കഴിഞ്ഞാൽ കുറച്ച് സംസം കുടിക്കണം. ആ പോണ വഴിയിൽ തന്നെ ഇഷ്ടംപോലെ സംസത്തിന്റെ ക്യാൻ വെച്ചിട്ടുണ്ടാവും. അവിടെ ഇരുന്നിട്ട് സംസം കുടിക്കാം. എന്നിട്ട് പറ്റുമെങ്കിൽ വേണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് വലിയ ഇതല്ല, കുറച്ച് നമ്മൾ ഇറ്റേ കുടിക്കുള്ളൂ. അവിടെ ഇഷ്ടം പള്ള നിറച്ച് കുടിക്കുക. വേണമെങ്കിൽ ആണുങ്ങളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ തലയിൽ കൂടെ കുറച്ചൊക്കെ ഒന്ന് ഒഴിച്ചത് തലയൊക്കെ ഒന്ന് തണുപ്പിച്ച്, നല്ല ചൂടത്തെ ഇരിക്കാനും മിക്കവാറും പകലാണ് നമ്മളെ ഉംറ. അപ്പോൾ ഒന്ന് തലയൊക്കെ തണുപ്പിച്ച് റാഹത്തിൽ കുറച്ച് മുമ്പ് അവിടെ ഇരുന്നിട്ട് ആശ്വാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈന് പോകാം. ഓക്കെ, ഇത് കാബന്റെ ഉള്ളിൽ അതിൻ്റെ ഒരു മൊത്തം ഔട്ട്ലൈൻ ഇങ്ങനെ കാണിച്ചതാണ്. മുൽത്തസം ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഹിജർ ഇസ്മായിൽ പറഞ്ഞു, മത്താഫ് പറഞ്ഞു, മഖാം ഇബ്രാഹിം പറഞ്ഞു, തവാഫ് പറഞ്ഞു. ഇതാണ് ഇൽത്തിബാഹ്. പുരുഷന്മാർ എന്ത് ചെയ്യണം? തവാഫില് വസ്ത്രം എന്ത് ചെയ്യണം? വലത് കക്ഷം. അത് ഞാൻ അവിടുന്ന് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് ഞാൻ അവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. തവാഫ് തുടങ്ങാം. ഇതാണ് തവാഫിന്റെ ആ ഒരു ഔട്ട്ലൈൻ. നമുക്ക് എത്രയും അടുത്ത് ചെയ്യാം. ഇവിടെ ഇതാണ് ഹിജർ ഇസ്മായിൽ. ഇത് കഅബയുടെ ഭാഗമായിരുന്നു. മക്ക മുശ്രിക്കുകളുടെ കാലത്ത്, പ്രവാചകന്റെ നുബുവത്തിന് മുമ്പുള്ള കാലത്ത് വെള്ളപ്പൊക്കത്തിൽ എന്ത് ചെയ്തു? കഅബാലയത്തിന് കാര്യമായ കേടുപാട് പറ്റിയ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവരെ കയ്യിൽ ഹലാലായ സമ്പത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? കുറച്ച് ഭാഗം ഒഴിച്ചിട്ടതായിരുന്നു. ഇത് കഅബാലയത്തിന്റെ ഭാഗത്തിൽ പെട്ടത് തന്നെയാണ് പറയുന്നത്. ഏതായാലും തവാഫ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇടവഴി കാണാം. ഷോർട്ട് കട്ട് എടുക്കാൻ പറ്റൂല, തവാഫ് പെടൂല. മനസ്സിലായോ? ഡോറുണ്ട്, നമുക്ക് പോകാൻ പറ്റൂല, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഇതിലെങ്ങനെ വഴി ഉണ്ട്, ആ വഴി ഉപയോഗിക്കാൻ പറ്റൂല. ഏതായാലും ഇതിനെ പുറത്തൂടെ നമ്മൾ എന്ത് ചെയ്യാം? തവാഫ് ചെയ്യാം. അപ്പോഴാണ് തവാഫ് പൂർത്തിയാകുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സഅയിലേക്ക് പോകും. അവിടെ കണ്ടാ ആ ഇടവഴി മാർക്ക് ചെയ്താണ്ട, ഇതിനെ പോകരുത്. ആ മുമ്പൊക്കെ നമുക്ക് ഹിജർ ഇസ്മായിൽ നിസ്കരിക്കാനൊക്കെ ഉള്ള, ആണുങ്ങൾക്കൊക്കെ നിസ്കരിക്കാനുള്ള അവസരം കൊടുത്തിട്ട് വളരെ അപൂർവമായിട്ട് ഇപ്പോഴും കൊടുക്കാറുണ്ട് എന്ന് മാത്രം.
ഇതാണ് സ്വലാത്തു ഇന്ദ മഖാമ്. കണ്ടോ, മഖാമ് ഇബ്രാഹിമിനെ മുന്നിലാക്കിക്കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. റക്അത്തൈൻ ഇനി സഅയിലേക്ക് പോവാണ്. സഅയ് എവിടെയാണ്? സഫക്കും. എന്താണ് സഅയിന്റെ പിറകിലെ ചരിത്രം? ഹാജറ ബീവി ഓടി ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ? അപ്പോ നമ്മൾ ഇന്ന് ചെന്നാൽ അവിടെ സഫയും മറുവൊന്നും കാണൂല. അതിന് ചെറിയ അംശങ്ങൾ മാത്രമേ അവിടെ പ്രത്യേകമായി സംരക്ഷിച്ച് വേലിക്കെട്ട് കെട്ടിയിട്ട് ഉണ്ടാകും. ഏതായാലും നമ്മളിങ്ങനെ സൊഫയിൽ സംസം കുടിച്ച് നമ്മളിങ്ങനെ വന്നിട്ട് അല്പം വലത്തോട്ട് ഇങ്ങനെ കയറി ഇടത്തോട്ടാണ് എന്ത് വരിക? സൊഫ വരിക. അഥവാ നമ്മളിപ്പോ മഖാമ് ഇബ്രാഹിമിന്റെ ഭാഗത്ത് സംസം കുടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്ന് വലത്തോട്ട് പോയി ഇടത്ത് സൈഡിലാണ് പിന്നെ എന്തുണ്ടാവുക? സൊഫ ഉണ്ടാവുക. നമ്മൾ സൊഫയിലേക്ക് കയറി പിന്നെ നേരെ കൊണ്ടും കാബയുടെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന സൊഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ അതമറ അലൈഹി ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇത് നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് ഉംറയിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രാർത്ഥന. ഇത് നമ്മൾ സൊഫയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ടോ മറ്റൊരു പ്രാർത്ഥന കൂടി ഉണ്ട്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഅസമൽ അഹ്സാബ. ഇത് 3 പ്രാവശ്യവും പ്രാർത്ഥിക്കാം. ഇത് നമ്മൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ അനുവദനീയമായ മറ്റൊരു സ്ഥലമാണ് അത്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ കൈ ഉയർത്തി? നമ്മൾ അജിതൊക്കെ പരസ്യം കാണുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം അല്ല, കൈ ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കാം. നീ മുഖത്തോട് ചേർത്ത് അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്തിട്ട് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ടാണ്, അല്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം. അതാണ് കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. എങ്ങനെ കാണിക്കണല്ലേ? അങ്ങനെ ഒരു കൈ കട്ടിക്ക് വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത് അതൊന്നും അല്ലാഹ് റസൂൽ പഠിപ്പിച്ച രീതിയിലില്ല. കൈ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഒന്നെങ്കിൽ നമ്മുടെ മുഖത്തോട് അടുപ്പിച്ച് അല്ലെങ്കിൽ നെഞ്ചോട് അടുപ്പിച്ചിട്ട് കൈ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പഠിച്ചോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീണ്ടും എവിടേക്ക് നടക്കും? മറുവയിലേക്ക് നടക്കും. ഏകദേശം ഒരു 400-450 മീറ്റർ ദൂരമുണ്ട്. ഓക്കെ, അത് നമ്മളങ്ങനെ നടക്കും. ആ നടക്കുന്ന ഇടയിലുണ്ടാവും പച്ച ലൈറ്റ് ഇട്ട സ്ഥലം വരും. കണ്ടോ? അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? പുരുഷന്മാര് മാത്രം ഒന്ന് വേഗതയിൽ ഇങ്ങനെ കുറച്ചൊന്ന് തടി കുലുങ്ങിയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഓടണം. പെണ്ണുങ്ങൾ ഓടണ്ട. നിങ്ങൾക്ക് വേണ്ടി ആരും ഓടിക്കണോ? ഹാജറ ബീവി ഓടിയിട്ടുണ്ട്. ഇനി ഈ സായിലിടയിൽ പ്രത്യേക പ്രാർത്ഥന ഉണ്ടാവും. 1ാമത്തെ സായിലെ പ്രാർത്ഥന, 2ാമത്തെ സായിലെ പ്രാർത്ഥന, 3ാമത്തെ സായിലെ പ്രാർത്ഥന, എന്തും പ്രാർത്ഥിക്കാം. നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ പഠിച്ചവരോട് ചോദിക്കാം. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ ആകത്തിരി ചിലപ്പോൾ വല്ല മുട്ടായി കുറിച്ചുകൊണ്ട് ഇങ്ങനെ സൈകിൽ ആൾക്കാരെ കാണാം. പല ജാതി കോലുകൾ അവിടെ കാണും. നമ്മളത് മാത്രം എടുക്കുക കേട്ടാ. അങ്ങനെ നമ്മൾ മറവയിൽ കയറും. മറവയിൽ കയറുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ വീണ്ടും നേരത്തെ ചൊല്ലിയതുപോലെ ഇന്ന സഫ വൽ മർവത ചൊല്ലിയിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 തവണ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മറവയിൽ നിന്നും എന്ത് ചെയ്യാം? കാബയിലേക്ക് തിരിച്ചിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ സഫ മർവ, മർവ സഫ. 7ാമത്തെ സഅയ് എവിടെ അവസാനിക്കും? മർവയിൽ അവസാനിക്കും. 14 സഅയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ? സൊഫയിൽ നിന്ന് സൊഫയിലേക്ക് വരുമ്പോൾ 1, വീണ്ടും സൊഫയിൽ നിന്ന് സൊഫയിലേക്ക് 2. അതില്ല, അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയല്ല അത്. സൊഫ ടു മർവ 1, മർവ ടു സൊഫ 2. അങ്ങനെ അവസാനത്തെ 7ാമത്തെ തവാഫ് സഅയ് മർവയിൽ അവസാനിക്കും. അതോടുകൂടി ഉംറയുടെ കർമ്മം കഴിഞ്ഞു. സിമ്പിളാണ്. അപ്പോൾ അവിടെ ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മുടി വെട്ടണോ ചോദിച്ചാൽ ഏത് ഒരു കത്തരയായിട്ട് ഇങ്ങനെ നിൽക്കും. 10 റിയാൽ കൊടുക്കുക, 5 റിയാൽ കൊടുക്കുക. എന്നിട്ടോ പെണ്ണുങ്ങളൊക്കെ അവിടുന്ന് ഇങ്ങനെ മക്കനെ ഒന്നിച്ചുകൊണ്ട് മുടി മുറിച്ചുകൊണ്ട് അവിടെ കൊട്ടേക്ക് കൊണ്ടുപോയിടും. പാടില്ല, മമ്നുവാണ്. പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യുക? അങ്ങനെ ഹോട്ടലിൽ പോവുക, റൂമിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
വെട്ടിക്കൊടുക്കുക. ഒരു വിരലിൻ്റെ തുഞ്ചം. നിങ്ങൾ ആലോചിക്കുക, ഒരു ഉംറയാത്രയിൽ 15 ഉംറയൊക്കെ ചെയ്ത സ്ത്രീക്ക് പിന്നെ മുടി ഉണ്ടാവുമോ? അല്ലാതെ റസൂല് പറഞ്ഞനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ അതൊക്കെ ഒരു പൊട്ടീസ് പരിപാടിയല്ലേ? അതേപോലെ ചില ആളുകൾ നിങ്ങൾ കാണോട് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഒരുത്തങ്ങനെ ഇരുന്ന് കാണ്ട് മുടി ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞു, ആണിന്റെ തഹല്ലുലായി. അതും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇത്രയും പൈസ ചെലവാക്കി പോവാണ്. അപ്പൊ ആണുങ്ങൾ എന്ത് ചെയ്യണം? പരിപൂർണമായിട്ടും എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യന്റെ കൂടെ ഇത്ര മുടിയുള്ള ഒരാളുണ്ടായിരുന്നു, ചെയ്തു അൽഹംദുലില്ലാ. ആദ്യം അയാൾക്ക് തീരുമാനം ഇല്ലായിരുന്നു, തൽക്കാലം പഠിച്ചവനെ പറ്റിക്കണ വെട്ടാന്നല്ല. പക്ഷെ നമ്മൾ ഗൗരവത്തിൽ പറഞ്ഞു കൊടുത്തു. കാരണം മുടി പൂർണ്ണമായും മുറിച്ച ആളുകൾക്ക് 3 തവണ അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു. കുറച്ച് വെട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപോലെ വെട്ടണം. ഒരുപോലെ ഇതേപോലെ കുറ്റിയാക്കി വെട്ടുക, അല്ലെങ്കിൽ മുട്ട അടിക്കുക. ഇതാണ് ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ. അതോടുകൂടി എന്തായി? ഉംറ കഴിഞ്ഞു, നമ്മൾ തഹല്ലുലായി. പിന്നെ ഇഹ്റാമിൽ നിഷിദ്ധമായതൊക്കെ നമുക്ക് എന്തായി? ഹലാലായി. ഇത്രയേ ഉള്ളൂ ഉംറ. പിന്നെ ഈ ഉംറയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം പറയും, സമയം അവസാനിക്കാനായി. കഅബ കാണുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ പ്രാർത്ഥന ചില പുസ്തകങ്ങളിൽ കാണാം. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം. പ്രത്യേകിച്ചൊരിതൊന്നും അതിന് പണ്ഡിതന്മാര് പ്രാർത്ഥിച്ചു വെച്ചിട്ട് തെറ്റില്ല, പ്രാർത്ഥിക്കാതിരുന്നൊരു കുറ്റമില്ല. ചിലപ്പോൾ ആ ബുക്ക് നമ്മളെ ബുക്കിൽ ഉണ്ടാവും. ചില പുസ്തകത്തിൽ നമ്മളെ പുസ്തകത്തിൽ എനിക്ക് ഓർമ്മയില്ല. അത് പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നില്ല, തെറ്റില്ല. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, അത്രേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. വേറെ അത് നമ്മൾ യുസുർ മാത്രമേ ഉള്ളൂ, കുടിസാക്കണമൊന്നുമില്ല. കത്രിക കൊണ്ടുപോകാം, ലഗേജിൽ ഇടണം, അത്രേ ഉള്ളൂ. ഹാൻഡ് ലഗേജിൽ ഇടരുത് എന്ന് മാത്രം. പിന്നെ റമീസോ ലഗേജ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂലേ? വേറെ എന്തെങ്കിലും നമ്മൾ കർമ്മവുമായി ബന്ധപ്പെട്ട സംശയം, ഇനി അച്ചാർ ഉണ്ടാകാൻ പറ്റും, മിച്ചറും ഉണ്ടാകാൻ പറ്റും വേറെ ചോദിക്കരുത്. വേറെ കഴിഞ്ഞു അല്ലേ? അതോട് നമ്മൾ ഉംറ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് പരമാവധി എല്ലാ വക്തും ഹറമിൽ നിസ്കരിക്കാം. പുളിക്കല പള്ളിക്കലോ കോട്ടക്കല പള്ളിക്കലോ നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 ഇരട്ടി കൂലിയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാരങ്ങൾ കാണും, ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു ഇങ്ങോട്ടാണ്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. ഇവിടുന്ന് പോയ ആൾക്കാർ മലയാളികൾ മാത്രം ചെയ്യുള്ളൂ കേട്ടോ. അത് ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, സുബി കഴിഞ്ഞാൽ ഉംറക്ക് പോകും, ളുഹറിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പിൽ അറമൊന്ന് കഴിച്ചിലാവും. എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് പോയത്? എണ്ണം പറയാനോ 15 ഉംറ ചെയ്തു പറയാനോ? അവിടെ കൂലി നിസ്കാരത്തിനാണ്, അവിടെ പ്രത്യേകത പ്രാർത്ഥനക്കാണ്. അപ്പൊ പരമാവധി ഇപ്പൊ തീരുമാനിക്കാം, ഞാൻ അവിടെ ചെന്നാൽ ഇത്ര ഹത്തം മോദി തീർക്കും, ഞാൻ ഇത്ര തവണ ഒരു വക്ത് പോലും ഹറമിൽ എനിക്ക് നഷ്ടപ്പെടൂല എന്ന് തീരുമാനിക്കാം. ഇനി സ്ഥിരമായിട്ട് ഖുറാൻ നോക്കി ഓതുന്ന ആൾക്കാർ സ്ഥിരം ഖുറാനൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചോളി. ഹറമിൽ ഖുറാൻ ഇല്ലേട്ടല്ലേട്ടാ, നമ്മൾ ഓതുന്ന ഖുറാനാകുമ്പോൾ നമുക്കൊരു വേണമെങ്കിൽ കരുതാ എന്ന് മാത്രം. ഞാനൊക്കെ മിക്കവാറും മൊബൈൽ നോക്കിയിട്ട് ഓതിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓതാം. ഹറമിൽ ഏതായാലും എത്ര ഒരു ഹത്തെങ്കിലും ഞാൻ ഹറമിൽ ചെന്ന് ഓതി തീർക്കുന്നു. ഒരു വക്ത് പോലും ഹറമിൽ എനിക്ക് നഷ്ടപ്പെടൂല എന്ന് എന്ത് ചെയ്യാം? ഇപ്പൊ തന്നെ ദൃഢനിശ്ചയം ചെയ്യാം. പിന്നെ വേറെ അതിൽ ബന്ധ സംശയങ്ങൾ പരമാവധി നിസ്കാരം ഒഴിവാക്കാതിരിക്കുക, ഹറമിൽ പരമാവധി വക്തിന് കൂടാൻ നോക്കുക. വേറെ എന്തെങ്കിലും സംശയമുണ്ട് അതുമായി ബന്ധപ്പെട്ട്? പിന്നെ നമ്മുടെ യാത്രയുടെ റൂം കാര്യങ്ങളൊക്കെ ഇത് ടൂർ പാക്കേജ് ഒന്നുമല്ല. ടൂർ പാക്കേജ് നമുക്ക് തറക്കി കാശ്മീരും കുളുമണാലും പാക്കേജ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ റൂമിൽ ബാത്റൂമിൽ കയറി വെക്കുമ്പോൾ ബക്കറ്റ് ഉണ്ടാവില്ല. ആദ്യത്തെ പ്രശ്നം അതേക്കാരം. അടുത്ത വിളി അമീറിന്റെ റൂമിൽ കയറും, മൗലവി ഇവിടെ ബക്കറ്റ് ഇല്ല. ബക്കറ്റ് ഉണ്ടാവൂല. അവിടെ 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലാണ്, അവിടെ ബക്കറ്റ് ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാറ്ററിംഗ് ചെയ്യുന്ന മലയാളി ടീമുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അപ്പം തന്നെ ഒന്ന് കിട്ടിക്കോളാം, അന്ന് രാത്രി ആകുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പിറ്റേന്നൊക്കെ ആയിട്ടൊരു ബക്കറ്റൊക്കെ നമുക്ക് തരും കേട്ടാ. അപ്പൊ ആദ്യം ഇവിടുന്ന് ഒരു ബക്കറ്റ് കൊണ്ടുപോയാൽ അത് വേണ്ടി വരും. അവിടുന്ന് ബക്കറ്റ് ഞാൻ പരമാവധി ഈ 2 റൂമൊക്കെ ഒന്നെങ്കിലും എന്ത് ചെയ്യും, നമുക്ക് പ്രധാനമായിട്ടും തിരുമ്പാനൊക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊന്നും ചില അസൗകര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമായിരിക്കും,
ചോറിൻ്റെ സമയത്താണെങ്കിൽ ചോറുണ്ടാവും, കഞ്ഞി ഉണ്ടാവും, ഒന്നൊരു വിഷയമല്ല, അതിന് പ്രയോറിറ്റി കൊടുക്കണ്ട. അത്തരം വസ്വാസങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഈ യാത്രയുടെ ഭാഗം നിലക്ക്. അപ്പം നിങ്ങൾ പറയും ഇത്രയും പൈസ കൊടുത്ത് കാണാൻ അങ്ങനെ എന്തിനാ നമ്മൾ സഹിക്കണമെന്ന്. അതിനെന്തില്ല അർത്ഥം. ഇതിലേറെ 7-8 ലക്ഷം കൊടുത്തിട്ടാണ് ഹജ്ജിന് പോകുന്നത്. അവിടെ സഹിക്കണ പ്രയാസത്തിന് കണക്കില്ലല്ലോ, പോയൽക്കറിയാം. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു തീർത്ഥയാത്രയാണ്, പുണ്യയാത്രയാണ്. പിന്നെ അള്ളാഹു റസൂൽ പറഞ്ഞു ഇന്നമ സഫർ ഖിത്അത്തു മിനൽ അദാബ് എന്നാണ്. നരകത്തിലെ ശിക്ഷയുടെ ഒരു കഷ്ണമാണ് എന്ത് യാത്ര. അപ്പൊ യാത്രയുടെ ആയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നല്ല പനിയൊക്കെ ഉള്ള സീസൺ. അപ്പൊ എനിക്ക് 2 ദിവസം പനി, ഞാൻ മരുന്ന് അടിച്ചടിച്ച് കയറ്റി നിർത്തി. ഇത് നടക്കണ്ടേ, അസുഖം നടക്കണം, ഉമ്മറൊക്കെ നടക്കണം. അപ്പോൾ അങ്ങനെ പനിക്കൊക്കെ ഉള്ള പ്രിക്കോഷൻ നിലയ്ക്ക് എന്ത് ചെയ്യുക, ഡോക്ടറെ കാണിച്ചിട്ട് ഇങ്ങനെ ഉമ്മറക്ക് പോവാണ്. പഴയ മരുന്നെല്ലാം മരുന്ന് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് വാങ്ങി പനി, ജലദോഷം, കഫക്കെട്ട് അതിനൊക്കെയുള്ള ചില മരുന്നുകൾ വാങ്ങി ലിസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം, കയ്യിൽ വെച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് വല്ലാതൊരു പ്രയാസമില്ലാത്ത കോലത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം. ഇനി അതിന്റെ ഭാഗം അടുത്ത് നമുക്ക് പിന്നെ മക്കയിൽ നമ്മൾ എന്ത് ചെയ്യും, മക്കയുടെ പരിസരത്തുള്ള ഹിറാ ഗുഹ, പിന്നെ ഏതാണുള്ളത് ഹജ്ജിന്റെ സ്ഥലങ്ങൾ അറഫ, മിന, മുസ്ദലിഫ, ജംറാത്ത് ഒക്കെ നമ്മൾ പോകും. പിന്നെ സൗറു ഗുഹ നമ്മൾ കയറൂല, നമ്മൾ എന്ത് ചെയ്യും, സൗറും ഹിറാ ഗുഹയും നമ്മൾ കയറൊന്നുമില്ല. കയറണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മളതായ റിസ്കിൽ നമുക്ക് പോകാം. അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. അങ്ങനെ മക്കയുടെ പരിസരത്തുള്ള ചരിത്ര പ്രധാന സ്ഥലങ്ങൾ നമ്മൾ പാക്കേജ് ആയിട്ട് തന്നെ ഒരു ദിവസം പോകും. അതിന് അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കുള്ളത് മദീന സന്ദർശനാണ്. മദീന സന്ദർശനത്തിൽ ഹജ്ജിന്റെ ഉംറന്റെ ഭാഗേ അല്ല. നമ്മൾ എന്ത് ചെയ്യും, പോകുമ്പോൾ മദീനത്തെ റസൂലും നമ്മൾ പോകും എന്ന് മാത്രം. കാരണം ഇവിടെ 1 ലക്ഷം ആണെങ്കിൽ അവിടെ എത്രയാണ്, 1000 ഇരട്ടിയാണ്. അപ്പൊ 3 ദിവസം നമ്മൾ മദീനയിൽ ഉണ്ടാകും. അപ്പൊ അവിടെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശനം നമുക്ക് സുന്നത്തായ ഒരു കാര്യമാണ്. നബിന്റെ മാത്രമല്ല എല്ലാവരും സുന്നത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം. പുരുഷന്മാർക്ക് പഴയ പോലെയല്ല, ഇവിടുന്ന് ഓൺലൈനിൽ പാസ് എടുക്കണം, ഡേറ്റും സമയം തരും. ആ സമയത്ത് മാത്രം പോയി വരി നിന്ന് കയറി കണ്ടുപോകുന്ന സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കണക്കിന് ഹൈറാണ്. കാരണം അവിടെ പ്രത്യേകമായൊരു സ്ഥലമുണ്ട്. ഏതാണ്? റൗള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ? ഏതാ റൗള? മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇപ്പൊ റൗളയിലേക്കുള്ള പ്രവേശനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റിലാണ്. നമ്മൾ ഇവിടെ തന്നെ നമുക്ക് പോകുമ്പോൾ ടിക്കറ്റ് എടുത്ത് തരും. ആ ടിക്കറ്റിന്റെ സമയം അനുസരിച്ച് ആണിനും പെണ്ണിനും ഓരോ സമയമാണ്. പെണ്ണുങ്ങൾക്ക് സുബഹിക്ക് ശേഷം, ആണുങ്ങൾക്ക് ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് ആ പാസ് അനുസരിച്ച് ആൾക്കാരെ കയറ്റിയിരുത്തും. ആണുങ്ങൾക്കാണെങ്കിൽ ആ റൗളയുടെ ഭാഗത്ത് പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് നിസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ട് സമയം പോലെ ഇറങ്ങി കുറച്ച് സമയമൊക്കെ ഇരുന്ന് പോരാ. മറ്റേത് പെരും തല്ലായിരുന്നു. ഇപ്പൊ അതില്ല, അതൊരു കണക്കിന് ഹൈറാണ്. പിന്നെ നമ്മൾ ഖുബായിൽ പോകും. എന്താ ഖുബായിലെ പ്രത്യേകത? ഖുബ, മസ്ജിദുൽ ഖുബ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ. കുബായിൽ വീട്ടിൽ നിന്ന് വന്നു എടുത്തിട്ട് കുബായിൽ വന്ന് നിസ്കരിച്ച ഒരു ഉംറ ചെയ്ത കൂലി ഉണ്ടെന്നാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് കുബായിലെ പള്ളി. ഇന്ന് ഏകദേശം 25,000 ആളുകൾ കറ്റേറ്റ നിസ്കരിക്കാൻ പറ്റിയ വലിയ പള്ളിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് യാത്രയുടെ ഭാഗമായിട്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ നമ്മൾ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. മനസ്സിലാകത്തൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ നമ്മൾ ഗ്രൂപ്പിലുണ്ട്. ഈ 073 ഉള്ള എൻ്റെ നമ്പർ, ആ നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം.